ഓക്കെ, അപ്പോൾ ഒരു ഡൗട്ട് ചോദിച്ചത് ഇതാണ്. ഈ ഫിഗർ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു. അതായത് നമ്മൾ പ്രോട്ടോക്കോൾ പല ലെയറായിട്ട് തിരിച്ചിട്ട് ഓരോ ലെയറിലും ഓരോ നിയമങ്ങൾ പറയുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഓരോ നിയമങ്ങളും ഓരോ ലെയറിൽ ചെയ്യുന്നത് ഓരോ ഫങ്ഷണാലിറ്റിയാണ്. ആ ഓരോ ഫങ്ഷണാലിറ്റിയും ചെയ്യാനായിട്ട് ഓരോ നിയമങ്ങളുണ്ടാവും. അങ്ങനെ എല്ലാ ലെയറിലും ഉള്ള നിയമങ്ങൾ, ഒരു ലെയറിന് ഒരു നിയമം ഉണ്ടാവും, അടുത്ത ലെയറിന് വേറൊരു നിയമം ഉണ്ടാവും, അടുത്ത ലെയറിന് വേറൊരു നിയമം ഉണ്ടാവും. അങ്ങനെ എല്ലാ നിയമങ്ങൾക്കും ചേർത്ത് പറയുന്ന പേരാണ് പ്രോട്ടോക്കോൾ സ്റ്റാക്ക് എന്ന് പറയുന്നത്. പ്രോട്ടോക്കോൾ സ്റ്റാക്ക്. അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യമുള്ള എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് കണക്ഷൻ നടന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് കണക്ഷൻ പോകുന്നതിനിടയ്ക്ക് പല പല ഡിവൈസസ് ഇതിനിടയ്ക്ക് കാണും. ഇത് ഡയറക്റ്റായിട്ട് ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് ആയിരിക്കില്ല പോകുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ വീട്ടിൽ ഇരുന്ന് ബ്രോഡ്ബാൻഡ് കണക്ഷൻ വഴിയാണ് നിങ്ങളിപ്പോൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഫോണും നിങ്ങളുടെ വീട്ടിലുള്ള ബ്രോഡ്ബാൻഡിൻ്റെ മോഡവും തമ്മിലൊരു കണക്ഷൻ കാണും. ആ ബ്രോഡ്ബാൻഡ് മോഡവും പിന്നെ ആ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡറിൻ്റെ വലിയ ഓഫീസിലൊരു റൗട്ടറൊക്കെ കാണും. അങ്ങനെ എല്ലാം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻ കാണും. അപ്പോൾ ഓരോ ഡിവൈസസിനും ഓരോ ഫംഗ്ഷൻ ഉണ്ട്. നിങ്ങളുടെ കമ്പ്യൂട്ടറിലുള്ള ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റണം. നിങ്ങൾക്ക് കാണാവുന്ന രീതിയിൽ അത് കാണിക്കാൻ പറ്റണം. അതിനെ എൻക്രിപ്റ്റ് ചെയ്യണം, അതിൻ്റെ അഡ്രസ്സ് കൊടുക്കണം, അതിനെ ആക്ച്വലി ട്രാൻസ്മിഷൻ നടക്കണം. എല്ലാ കാര്യങ്ങളും കമ്പ്യൂട്ടറിൽ ചെയ്യണം. അപ്പോൾ രണ്ട് എൻഡിലും ഇപ്പം ഞാൻ ഇവിടെ നിന്ന് ഒരു കമ്പ്യൂട്ടർ വഴി ക്ലാസ് എടുക്കുന്നുണ്ട്, നിങ്ങൾ വേറൊരിടത്ത് നിന്ന് വേറൊരു കമ്പ്യൂട്ടർ വഴി ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അവിടെ നിന്നും ചിലപ്പോൾ ഇങ്ങോട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് ഇപ്പുറത്തെ സൈഡിൽ ഇരിക്കുന്ന എനിക്ക് കേൾക്കാനും പറ്റുന്നുണ്ട്. ഇത്രയും ക്ലിയർ ആണോ പറഞ്ഞത്? ഇതിനിടയ്ക്ക് പല പല ഡിവൈസസ് കാണും, പല ടൈപ്പ്. ഇപ്പം നിങ്ങളുടെ വീട്ടിലൊരു മോഡം കാണും, അത് കഴിഞ്ഞിട്ട് ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരു റൗട്ടർ കാണും. നിങ്ങളുടെ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ഏഷ്യാനെറ്റ് ആണെങ്കിൽ ഏഷ്യാനെറ്റിൻ്റെ ഓഫീസിലൊരു റൗട്ടർ കാണും. പിന്നെ വീണ്ടും ഇവിടെ വന്ന് എൻ്റെ അടുത്ത് വീണ്ടും ഒരു മോഡം കാണും. നമ്മുടെ കോളേജിലൊരു മോഡം ഉണ്ടാവും, അതിൽ നിന്നായിരിക്കും എനിക്ക് കിട്ടുന്നത്. അങ്ങനെ പല പല കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഈ മോഡത്തിൽ ഇത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാനുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഇതിൻ്റെ ഫോർമാറ്റ് ആസ്കി ഫോർമാറ്റാണോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയേണ്ട കാര്യം ഈ മോഡത്തിനില്ല, അല്ലേ? അപ്പം മോഡത്തിൽ ഇതിലെ ചില ലെയർ മാത്രം ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മതിയാവും. ആ ചില ലെയറുകൾ മാത്രമേ ഉള്ളൂ ഇടയ്ക്കുള്ള മോഡം. ഈ കേസിൽ സ്വിച്ച് എന്നാണ് എക്സാമ്പിൾ പറഞ്ഞേക്കുന്നത്. എന്ത് വേണമെങ്കിലും ആവാം. സ്വിച്ചിൽ ചിലപ്പോൾ ഇതിൻ്റെ 2 ലെയറിൻ്റെ ഫംഗ്ഷനാലിറ്റി മാത്രമേ ആവശ്യമുള്ളായിരിക്കും. ഈ സ്വിച്ചിൽ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യം ഉണ്ടാവില്ല. ആപ്പ് ഉണ്ടെങ്കിലേ നമുക്കിത് വിഷ്വലൈസേഷൻ ചെയ്ത് കാണിക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഓരോ ഡിവൈസിലും ഓരോ രീതിയിലുള്ള കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഡിവൈസിൽ ആ കാര്യം മാത്രം ചെയ്താൽ മതിയാവും. അതുപോലെ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ടാവും, അതിലും ചിലപ്പോൾ കുറച്ച് കാര്യങ്ങളേ ഉണ്ടാവുള്ളൂ. ഇനി റൗട്ടറിലാണെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടെ കൂടുതൽ കാര്യങ്ങൾ വേണ്ടി വരും. ഇത് എവിടെ നിന്നാണ് വന്നത്, എങ്ങോട്ടാണ് പോകേണ്ടത്, ഇതിൻ്റെ എൻക്രിപ്ഷൻ എന്താണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ റൗട്ടറിൽ നോക്കേണ്ടി വരും. അപ്പോൾ റൗട്ടറിൽ ചിലപ്പോൾ കുറച്ചുകൂടെ കൂടുതൽ ലെയേഴ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടി വരും. എന്നിരുന്നാലും എല്ലാ ലെയറും റൗട്ടറിലും ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടി വരില്ല. അപ്പോൾ അതാണ് കണക്ഷൻ ഉദ്ദേശിക്കുന്നത്. ഇത് സോഴ്സിൻ്റെ ഹോസ്റ്റാണ് ഈ കാണുന്ന സാധനം, സോഴ്സ് ഹോസ്റ്റ്. ഇത് ഡെസ്റ്റിനേഷൻ ഹോസ്റ്റാണ്. ഇതിനിടയ്ക്ക് ലാൻ കണക്ഷൻസ് കാണും, അതിനിടയ്ക്ക് റൗട്ടർ കാണും. അപ്പോൾ റൗട്ടറിൽ ഓരോന്നിലും ഓരോ പർട്ടിക്കുലർ പോർഷൻ മാത്രം ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മതിയായിരിക്കും. നമ്മുടെ പോസ്റ്റ് ഓഫീസിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ട് പറയുകയാണെങ്കിൽ, ഇവിടുന്ന് അടുത്ത പോസ്റ്റ് ഓഫീസിലോട്ട് ചെല്ലുമ്പോൾ ആ പോസ്റ്റ് ഓഫീസിൽ എന്താ ചെയ്യുന്നത്, പോസ്റ്റ് ഓഫീസിൽ ഇതിൻ്റെ അഡ്രസ്സ് വായിക്കാനുള്ള കാര്യം മാത്രം ചെയ്താൽ മതി. അഡ്രസ്സ് വായിച്ച് അടുത്ത സ്ഥലത്തേക്ക് വിട്ടാൽ മതി. ഇവിടെ വരുമ്പോഴും നമ്മുടെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ എത്തുമ്പോഴും അവിടെ ആണെങ്കിലും അതിൻ്റെ അഡ്രസ്സ് മാത്രം വായിച്ച് ഇങ്ങോട്ട് വിട്ടാൽ മതി. അപ്പോൾ ഈ ഭാഗം എന്തായിരുന്നു ചെയ്തിരുന്നത്, ഇത് അഡ്രസ്സ് എഴുതുന്ന പാർട്ടാണ് ചെയ്തിരുന്നതെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിമിലർ ഫംഗ്ഷൻ തന്നെ പോസ്റ്റ് ഓഫീസിലും ചെയ്യുന്നുണ്ട്. ഇനി ഇൻ്റർ സ്റ്റേറ്റ് ആണ് പോകുന്നതെങ്കിൽ, നമ്മുടെ ഇൻ്റർ കൺട്രിയാണ് പോകുന്നതെങ്കിൽ, നമ്മുടെ കൺട്രിയിൽ നിന്ന് വേറൊരു കൺട്രിയിലേക്ക് പോകുമ്പോഴത്തേക്ക് ഇതിനകത്ത് നമ്മുടെ രഹസ്യരേഖകൾ വല്ലതും ഉണ്ടോ എന്ന് സ്കാൻ ചെയ്ത് നോക്കാനുള്ള ഒരു സിസ്റ്റവും കൂടെ അവിടെ വേണ്ടി വരും. അങ്ങനെ ഓരോ ലെയറിലും ഡിഫറെൻറ്റ് ഫംഗ്ഷനാലിറ്റി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിഫറെൻറ്റ് കണക്ഷൻസ് വരുന്നത്. ക്ലിയർ ആണോ അശ്വതി? ക്ലിയർ ആണോ? ISO OSI ലെയറിൽ ISOയുടെ ഫുൾ ഫോം എന്താണ് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. എന്താണ് അതിൻ്റെ ഫുൾ ഫോം? ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഓർഗനൈസേഷൻ, അല്ലേ? ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഓർഗനൈസേഷൻ അല്ല, ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് സ്റ്റാൻഡേർഡ്സ് ആണ് ISOയുടെ ഫുൾ ഫോം. IOS എന്ന് ഇട്ടാൽ മതിയായിരുന്നു, എന്തിനാണ് ISO എന്ന് ഇട്ടതെന്ന് അറിയത്തില്ല. എന്തായാലും ISOയുടെ ഫുൾ ഫോം അതാണ്. ഓക്കെ. OSIയുടെ ഫുൾ ഫോം ഓപ്പൺ സിസ്റ്റംസ് ഇൻ്റർകണക്റ്റ് എന്നാണ്. ഓപ്പൺ സിസ്റ്റംസ് ഇൻ്റർകണക്റ്റ്. ഓപ്പൺ എന്ന് പറഞ്ഞാൽ വളരെ ഓപ്പൺ ആയിട്ടുള്ള സിസ്റ്റം. ഞാൻ വളരെ ഓപ്പണാന്ന് പറഞ്ഞാൽ എന്താ, എനിക്ക് വലിയ രഹസ്യങ്ങളൊന്നുമില്ല, എൻ്റെ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള സിസ്റ്റങ്ങളെ തമ്മിൽ ഇൻ്റർകണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലെയേർഡ് ആർക്കിടെക്ചർ ഉണ്ട്. ISO OSI ലെയേർഡ് ആർക്കിടെക്ചർ.
ISO ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ അപ്രൂവ് ചെയ്ത് ഓപ്പൺ സിസ്റ്റങ്ങളെ തമ്മിൽ ഇൻ്റർകണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലെയേർഡ് അപ്രോച്ച്, അതാണ് ISO OSI ലെയേർഡ് അപ്രോച്ച്, അല്ലെങ്കിൽ ISO OSI പ്രോട്ടോകോൾ എന്ന് പറയും. ISO OSI മോഡൽ എന്നൊക്കെ പറയും. എല്ലാം സെയിം തന്നെയാണ്. ISO OSI മോഡൽ, ISO OSI പ്രോട്ടോകോൾ, ISO OSI ലെയേർഡ് ആർക്കിടെക്ചർ എല്ലാം സെയിം ആണ്. ഹെഡിങ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇറ്റ് ഈസ് എ തിയററ്റിക്കൽ മോഡൽ. ഇതൊരു തിയററ്റിക്കൽ മോഡലാണ്. ഇത് പ്രാക്ടിക്കലി നമ്മളങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇതിന് 7 ലെയറുകളുണ്ട്. ഈച്ച് ലെയർ പെർഫോംസ് എ വെൽ ഡിഫൈൻഡ് ടാസ്ക്. ഞാൻ പറഞ്ഞില്ലേ, ഇതിനെ പല ലെയറായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് നമ്മുടെ ഫങ്ഷണാലിറ്റി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനെ 7 ലെയറായിട്ട് ഒരു 2 കമ്പ്യൂട്ടർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു തിയററ്റിക്കൽ മോഡലാണ്. അതായത് 2 കമ്പ്യൂട്ടർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കണം കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതെന്ന് ISO എന്ന് പറയുന്ന ഓർഗനൈസേഷൻ പറഞ്ഞിട്ടുണ്ട്. അതിന് 7 ലെയറുകളായിട്ടാണ് കമ്മ്യൂണിക്കേഷൻ്റെ വർക്കുകളെ ഡിവൈഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിനകത്തുള്ള 7 ലെയറുകളാണ് ഈ കാണുന്നത്. ഇത് എപ്പോഴും താഴെ നിന്നും മേളിലോട്ട് പറയുക. ഫിസിക്കൽ ലെയർ, ഡാറ്റ ലിങ്ക് ലെയർ, നെറ്റ്വർക്ക് ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, സെഷൻ ലെയർ, പ്രസൻറ്റേഷൻ ലെയർ, ആപ്ലിക്കേഷൻ ലെയർ. ഇത്രയും ലെയേഴ്സ് ഉണ്ടാവും. 7 ലെയറുകളുണ്ടാവും. ഈ 7 ലെയറുകൾ കമ്പ്യൂട്ടർ എഞ്ചിനീയർ ജീവിതകാലത്ത് ഒരിക്കലും മറക്കാൻ പാടില്ല. എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. 7 വർഷം 8 വർഷം എക്സ്പീരിയൻസ് ഉള്ളപ്പോൾ ഇൻ്റർവ്യൂവിന് പോയാലും ചോദ്യം ചോദിക്കും, ISO OSI മോഡലിലെ 7 ലെയറുകൾ ഏതൊക്കെയാണ്. PSCക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും, ഇതിൻ്റെ ഓർഡർ ഏതാണെന്ന് പറഞ്ഞ് ചോദിക്കും. അല്ലെങ്കിൽ ഒരു 4 ഓപ്ഷൻ തന്നിട്ട് ഇതിലേതാണ് ISO OSI മോഡലിലെ ലെയർ അല്ലാത്തത്, അല്ലെങ്കിൽ ഏതാണ് ലെയർ, അല്ലെങ്കിൽ കറക്റ്റ് ഓർഡർ ഏതാണ്, ഇങ്ങനെ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. എല്ലാ എക്സാമിനും ചോദിക്കാറുണ്ട്. PSCക്ക് ചോദിക്കും, സോഫ്റ്റ്വെയർ കമ്പനികൾ എക്സാം നടത്തുമ്പോൾ അതിന് ചോദിക്കാറുണ്ട്, എല്ലാത്തിനും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പേര് ഓർത്തിരിക്കുക എന്നുള്ളത് മാത്രമല്ല ഇമ്പോർട്ടൻറ്റ്, അതിൻ്റെ ഓർഡർ ഓർത്തിരിക്കുക എന്നും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിന് ഓർത്തിരിക്കാനായിട്ടൊരു കോഡുണ്ട്, അത് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും കാണാമെന്ന് വിശ്വസിക്കുന്നു. പ്ലീസ് ഡു നോട്ട് ടെൽ സീക്രട്ട് പാസ്വേഡ് എനിവൺ. ഈ കോഡ് വെച്ചിട്ട് ഇത് ഓർത്തിരിക്കാം. ഇത് ഞാൻ ഗവേഷണത്തിലൂടെ കണ്ടുപിടിച്ചൊന്നുമല്ല, ആരോ കണ്ടുപിടിച്ചതാണ്, എനിക്ക് എവിടുന്നോ കിട്ടിയതാണ്. ഞാൻ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഇത് പറഞ്ഞു തന്നെന്ന് മാത്രമേ ഉള്ളൂ. ഇത് പരീക്ഷയിൽ ഒരു കാരണവശാലും എഴുതി വെക്കരുത്. ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ ഓർഡർ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതെന്താണ്, ഇതിൻ്റെ അർത്ഥം എന്താണ്? പ്ലീസ് ഡു നോട്ട് ടെൽ സീക്രട്ട് പാസ്വേഡ് എനിവൺ എന്ന് പറഞ്ഞാൽ എന്താ? സീക്രട്ട് പാസ്വേഡ് ദയവ് ചെയ്ത് ആർക്കും പറഞ്ഞു കൊടുക്കരുതെന്ന് അല്ലേ? ഓക്കെ. ഇതെങ്ങനെയാണ്? ഇത് വെച്ചിട്ട് നമ്മുടെ ഇതിൻ്റെ ലെയറുകൾ എങ്ങനെ ഓർത്തിരിക്കും? പി എന്നുള്ള ആദ്യത്തെ പ്ലീസിൻ്റെ P ഇല്ലേ, ഞാൻ ബോൾഡിൽ ഇട്ടിട്ടുണ്ട്. ഫിസിക്കൽ ലെയർ. രണ്ടാമത്തെ D എന്ന് പറയുന്നത് ഡാറ്റ ലിങ്ക് ലെയർ. മൂന്നാമത്തെ N എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ലെയർ. T ട്രാൻസ്പോർട്ട് ലെയർ. S സെഷൻസ് ലെയർ. അത് കഴിഞ്ഞുള്ള P പ്രസൻറ്റേഷൻ ലെയർ. അത് കഴിഞ്ഞ് A എന്നുള്ളത് ആപ്ലിക്കേഷൻ ലെയർ. ഇതിങ്ങനെയാണ് ഓർത്തിരിക്കേണ്ടത്. ഒരു കാരണവശാലും ഇതിൻ്റെ ഓർഡറും തെറ്റിപ്പോകത്തില്ല ഇങ്ങനെ ഓർത്തിരുന്നാൽ. ഇതിനകത്തൊരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ളത് ആ 2 സ്ഥലത്ത് P വരുന്നുണ്ട് അല്ലേ? പ്ലീസ് ഡു നോട്ട് ടെൽ സീക്രട്ട് പാസ്വേഡിൻ്റെ P, രണ്ടും P ആണ്. അതിൽ ആദ്യത്തെ P ഫിസിക്കൽ ലെയറാണ്, രണ്ടാമത്തേത് പ്രസൻറ്റേഷൻ ലെയറാണ്. Pയിൽ 2 വരുന്നുണ്ട്. ഇത് ഞാനൊക്കെ കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് നമുക്കാരും പറഞ്ഞു തന്നിരുന്നില്ല. ഞാൻ കോമ്പറ്റീറ്റീവ് എക്സാമിന് വേണ്ടിയിട്ട്, ആപ്റ്റിറ്റ്യൂഡ് എക്സാമുകൾക്ക് വേണ്ടിയിട്ട് ഇത് പഠിച്ചപ്പോൾ ഒരു യൂട്യൂബ് വീഡിയോ കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരു കോഡ് ഇതിനകത്ത് ഉണ്ടെന്ന് മനസ്സിലായത്. അപ്പോൾ അത് പഠിച്ച പിന്നെ നമുക്കൊരിക്കലും ഇതിൻ്റെ ഓർഡർ മാറിപ്പോകത്തില്ല. എപ്പോഴും ഓർഡർ കറക്റ്റായിട്ട് ഓർത്തിരിക്കും. ഇത് തന്നെയല്ല, ഇത് ഓൾറെഡി പ്രൂവനാണ്. ഞാൻ നിങ്ങളുടെ നീതു ബാബുവിൻ്റെ സീനിയേഴ്സിൻ്റെ ക്ലാസ് ഞാനിത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർ എല്ലാവരും, ഞാൻ അത് കഴിഞ്ഞുള്ള മിക്ക ക്ലാസ്സിലും ആക്ച്വലി ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടാണ് ക്ലാസ് തുടങ്ങാറ്. അപ്പോൾ എല്ലാ ക്ലാസ്സിലും തന്നെ മിക്കവാറും ചോദിക്കുമായിരുന്നു ഈ ഫിസിക്കൽ ലെയറിൻ്റെ ഓർഡർ എന്താണ്. അപ്പോൾ ക്ലാസ്സിൽ ഒരു പകുതി കൂടുതൽ ആളുകൾ ഇത് കറക്റ്റ് ഓർഡറിൽ പറയാറുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് വെച്ച് ഓർത്തിരിക്കാൻ എളുപ്പമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ക്ലിയർ ആണോ ഇത്രയും പറഞ്ഞത്? അപ്പോൾ ഏതൊക്കെയാണ് ലെയർ എന്നൊന്നും കൂടെ പറഞ്ഞേ. ഫിസിക്കൽ ലെയർ, ഡാറ്റ ലിങ്ക് ലെയർ, നെറ്റ്വർക്ക് ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, സെഷൻസ് ലെയർ, പ്രസൻറ്റേഷൻ ലെയർ, ആപ്ലിക്കേഷൻ ലെയർ. ഇത് വെച്ചിട്ട് ഓർത്തിരിക്കുക. ഇത് ആൻസർ ഷീറ്റിൽ ഒരു കാരണവശാലും എഴുതരുത് കേട്ടോ. ഇത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കോഡ് മാത്രമാണ്. ഫിസിക്കൽ കോഡ് എന്താണെന്ന് മറ്റേ ISO OSI മോഡലിൻ്റെ ലെയേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ എഴുതി വെക്കരുത്. ഇത് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അതിൻ്റെ ലെയേഴ്സ് കറക്റ്റായിട്ട് എഴുതുക. ഓക്കെ. ആദ്യത്തെ P ഏതാണ്? ഫിസിക്കൽ ലെയറാണ്. ഫിസിക്കൽ ലെയർ. അവസാനത്തെ സെക്കൻഡ് ലാസ്റ്റ് P എന്ന് പറയുന്നത് പ്രസൻറ്റേഷൻ ലെയറാണ്. പ്ലീസ് ഡു നോട്ട് ടെൽ. ഫിസിക്കൽ ലെയർ, ഡാറ്റ ലിങ്ക് ലെയർ, നെറ്റ്വർക്ക് ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, സെഷൻസ് ലെയർ, പ്രസൻറ്റേഷൻ ലെയർ, ആപ്ലിക്കേഷൻ ലെയർ. ഇത് പറഞ്ഞത് ഇങ്ങനെയാണെങ്കിലും പഠിക്കുന്നത് നമ്മൾ റിവേഴ്സ് ഓർഡറിലാണ് പഠിക്കുന്നത്. ഏറ്റവും മേളിൽ തൊട്ടാണ് നമ്മൾ പഠിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ
മിക്കവാറും ടെക്സ്റ്റുകളിലൊക്കെ ഈ പറഞ്ഞ ഓർഡറിൽ തന്നെ ഫിസിക്കൽ ലെയർ, ഡാറ്റ ലിങ്ക് ലെയർ, ആ ഓർഡറിൽ തന്നെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നിങ്ങൾ എഴുതുമ്പോൾ വേണമെങ്കിൽ അങ്ങനെ എഴുതിയാലും മതി. പക്ഷേ ഞാൻ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ എളുപ്പം തിരിച്ചുള്ള ഓർഡറിൽ പഠിപ്പിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാനിത് തിരിച്ചാണ് പഠിപ്പിക്കുന്നത്. ചില ടെക്സ്റ്റുകളിൽ ഞാൻ ഈ പഠിപ്പിക്കുന്ന ഓർഡറിൽ തന്നെ ആയിരിക്കും ഇത് പറഞ്ഞേക്കുന്നത്. മിക്കവാറും ടെക്സ്റ്റുകൾ തിരിച്ചാണ് പറഞ്ഞേക്കുന്നത്. അതായത് ആദ്യം ഫിസിക്കൽ ലെയർ എക്സ്പ്ലെയിൻ ചെയ്യും, പിന്നെ ഡാറ്റ ലിങ്ക് ലെയർ, അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നു. നിങ്ങൾക്ക് എഴുതുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓർഡറിൽ എഴുതാം. പക്ഷേ ഞാൻ പഠിപ്പിക്കുമ്പോൾ ഈ ഓർഡറിലായിരിക്കും പഠിപ്പിക്കുന്നത്. അപ്പോൾ ആദ്യത്തേത് ആപ്ലിക്കേഷൻ ലെയർ എന്ന് പറയുന്ന ലെയറാണ്. തുടങ്ങാം, കുഴപ്പമില്ലല്ലോ. ആപ്ലിക്കേഷൻ ലെയർ. ആപ്ലിക്കേഷൻ ലെയർ അതിൻ്റെ പേരിൽ തന്നെ ക്ലിയർ ആണ്. നമ്മുടെ ആപ്പിലെ ആപ്പ്, മൊബൈൽ ആപ്പ്. ആപ്പ് എന്ന് പറയുന്നത് എന്തിൻ്റെ ഷോർട്ട് ഫോമാണ്? ആപ്ലിക്കേഷൻ. മൊബൈൽ ആപ്ലിക്കേഷൻ്റെ ഷോർട്ട് ഫോമാണ് മൊബൈൽ ആപ്പ് എന്നുള്ളത്, അല്ലേ? അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്ന എല്ലാ ആപ്ലിക്കേഷനും, അല്ലെ മൊബൈൽ യൂസ് ചെയ്യുന്ന എല്ലാ ആപ്ലിക്കേഷനും, അത് ആപ്ലിക്കേഷൻ ലെയറിൽ വരുന്ന കാര്യങ്ങളാണ്. അതിന് എക്സാമ്പിളാണ് സ്കൈപ്പ്, വാട്സാപ്പ്, ഫേസ്ബുക്ക്. ഇതൊക്കെ നിങ്ങൾ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന ആപ്പുകളില്ലേ, ഇതെല്ലാം അതിൻ്റെ എക്സാമ്പിളാണ്. എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ലെയർ വളരെ സിമ്പിൾ ടേംസിൽ പറഞ്ഞാൽ യൂസറുമായി ഡയറക്റ്റ്, യൂസർ എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മൾ, ഞാനും നിങ്ങളുമൊക്കെ. നിങ്ങളുമായി ഡയറക്റ്റ് ഇൻട്രാക്ഷൻ വരുന്നത്. അതായത് നിങ്ങൾ എന്തിലൂടെയാണോ കാര്യങ്ങൾ കാണുന്നത്, കമ്മ്യൂണിക്കേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ഫേസ്ബുക്കിൽ ഇട്ട പോസ്റ്റ്, നിങ്ങളിടുന്ന പോസ്റ്റ് ഞാൻ കാണുന്നുണ്ട്, ഞാനിടുന്ന പോസ്റ്റ് നിങ്ങൾ കാണുന്നുണ്ട്, അല്ലേ? എല്ലാം കാണുന്നത് എന്തിലൂടെയാണ്? ഫേസ്ബുക്ക് എന്ന് പറയുന്ന ആപ്പിലൂടെയാണ്. അതായത് ഏറ്റവും അവസാനം എൻഡ് യൂസർക്ക് കാണാൻ പറ്റുന്ന, അല്ലെങ്കിൽ എൻഡ് യൂസർ എന്തെങ്കിലും സെൻഡ് ചെയ്യുമ്പോൾ ഇൻട്രാക്ട് ചെയ്യുന്ന ലെയർ, അതാണ് ആപ്ലിക്കേഷൻ ലെയർ. ഇറ്റ് ഈസ് ദ ടോപ്പ് മോസ്റ്റ് ലെയർ. ഇവിടെയൊക്കെ കുറച്ച് സ്പേസ് ഉണ്ട്, അതൊക്കെ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ, എൻ്റെ എഴുത്തിൻ്റെ സ്പീഡ് കൊണ്ടാണ്. ഇറ്റ് ഈസ് ദ ടോപ്പ് മോസ്റ്റ് ലെയർ ആൻഡ് provides direct interface between user and application entities required for communication. ഇവിടെ യൂസ് ചെയ്യുന്ന ഓരോ ലെയറിലും ഓരോ പ്രോട്ടോകോൾ ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ HTTP, HTTPS, SMTP ഒക്കെയാണ്. HTTP എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോളാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ബ്രൗസർ എടുത്ത് നോക്കിയാൽ മേളിൽ HTTPS എന്ന് കാണാൻ പറ്റും. ഒരു മിനിറ്റ്. ഇപ്പോൾ ഒരു ബ്രൗസർ കാണാൻ പറ്റുന്നില്ലേ? ഇതിൽ കണ്ടോ, ഇവിടെ എഴുതിയേക്കുന്നുണ്ടോ? HTTPS എന്ന് എഴുതിയേക്കുന്നുണ്ടോ മേളിൽ? https://meet/google.com/ മീറ്റിങ്ങിൻ്റെ കോഡ്. ഇതാണ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന മീറ്റിങ്ങിൻ്റെ കോഡ്. ഇതാണ്. അപ്പോൾ എന്താണ് ഈ ബ്രൗസർ എന്ന് പറയുന്നത്? ഒരു എന്താണ് ബ്രൗസർ എന്ന് പറയുന്നത്? ഒരു ആപ്ലിക്കേഷൻ ലെയറിൽ വരുന്ന ഒരു സാധനമാണ്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് മൊബൈൽ ആപ്പുകളെല്ലാം ഇതിന് എക്സാമ്പിളാണ്. ബ്രൗസർ എക്സാമ്പിളാണ്, സ്കൈപ്പ് എക്സാമ്പിളാണ്, എല്ലാ സാധനങ്ങളും ഇതിന് എക്സാമ്പിളാണ്. ഡയറക്റ്റ് ഇൻട്രാക്ഷൻ, കമ്മ്യൂണിക്കേഷനിൽ ഡയറക്റ്റ് യൂസറുമായിട്ട് ഇൻട്രാക്ഷൻ വരുന്ന എല്ലാം ആപ്ലിക്കേഷൻ ലെയറിൽ വരുന്ന സാധനങ്ങളാണ്. ഇവിടെ ഡിഫറെൻറ്റ് പ്രോട്ടോകോൾസ് യൂസ് ചെയ്യുന്നുണ്ട്. അതിലൊരെണ്ണമാണ് ഈ പറഞ്ഞ HTTPS, HTTP. HTTP എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഫുൾ ഫോം. PSCക്ക് സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്. HTTP ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, HTTP. HTTPS എന്ന് പറഞ്ഞാൽ ഒത്തിരി HTTP കൂടുന്നതാണ്, അല്ലേ? നമ്മൾ ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കൊച്ച്. ചിൽഡ്രൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒത്തിരി കുട്ടികൾ, അല്ലേ? അപ്പോൾ HTTP എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. HTTPS എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒത്തിരി ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ കൂടുന്നതായിരിക്കും. പക്ഷേ അങ്ങനെയല്ല. HTTPS എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ സെക്വർ എന്നാണ്. സെക്വർ. അവസാനത്തെ എസിൻ്റെ ഫുൾ ഫോം പ്ലൂറലാക്കിയതല്ലാതെ എസിൻ്റെ ഫുൾ ഫോം സെക്വർ എന്നാണ്. അതായത് HTTP എന്ന് പറഞ്ഞാൽ സാധാരണ യൂസ് ചെയ്യുന്നത് നമ്മൾ ബ്രൗസർ വഴി ഒരു എന്തെങ്കിലും സൈറ്റ് ആക്സസ് ചെയ്യുമ്പോൾ അതിൽ യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ് HTTP. അത് കുറച്ചുകൂടെ സെക്വർ ആക്കിയ ഒരു വേർഷനാണ് HTTPS എന്ന് പറയുന്നത്. സാധാരണ ഇപ്പം എല്ലാത്തിലും HTTPS ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് മെയിൽ അയക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. പണ്ടുണ്ടായിരുന്ന ഒരു ആപ്ലിക്കേഷനായിരുന്നു ഔട്ട്ലുക്ക് എന്ന് പറഞ്ഞ് കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു പ്രോഗ്രാമായിരുന്നു ഔട്ട്ലുക്ക്, മെയിൽ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ ആയിരുന്നു SMTP, സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. SMTP, സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഇത് നിങ്ങളുടെ ആ ബുക്കിൽ ഇപ്പോൾ തന്നെ എഴുതി വെച്ചോളുക. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു PSCക്ക് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ബുക്ക് വെക്കുന്നത് നല്ലതാണ്. അതിനകത്ത് എഴുതി വെക്കുക HTTP ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, HTTPS ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ സെക്വർ, SMTP സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഇപ്പോൾ എഴുതാൻ പറ്റിയില്ലെങ്കിൽ വീഡിയോ കാണുമ്പോഴെങ്കിലും എഴുതി വെക്കുക, സെപ്പറേറ്റ് ആയിട്ട് എഴുതി വെക്കുക. ഇതൊക്കെ എവർഗ്രീൻ ക്വസ്റ്റ്യനാണ്, എപ്പോഴും PSCക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. മൊബൈൽ ആപ്സ്, ബ്രൗസറൊക്കെ എക്സാമ്പിളാണ്. ക്ലിയർ ആണോ? ആപ്ലിക്കേഷൻ ലെയറിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?
ഇത് ഇത് എസെൻഷ്യലി പറഞ്ഞാൽ നമ്മുടെ പ്രിൻസിപ്പാൾ ലെറ്റർ അയക്കുന്ന എക്സാമ്പിൾ പറഞ്ഞാൽ പ്രിൻസിപ്പാൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് ആപ്ലിക്കേഷൻ ലെയറിൽ വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പ്രിൻസിപ്പാൾ ലെറ്റർ അയക്കുന്ന എക്സാമ്പിളും കൂടെ വെച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതിൻ്റെ തൊട്ട് താഴെ വരുന്ന ലെയറാണ് പ്രസൻറ്റേഷൻ ലെയർ. ഓക്കെ, പ്രസൻറ്റേഷൻ ലെയർ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചാൽ പ്രിൻസിപ്പാൾ ഒരു ലെറ്റർ അയക്കണമെന്ന് പറഞ്ഞ് മാറ്റർ പറഞ്ഞു കൊടുത്താൽ ആ മാറ്റർ ടൈപ്പ് ചെയ്ത് ആരാണോ റെഡിയാക്കുന്നത് അതായിരിക്കും പ്രസൻറ്റേഷൻ ലെയറിൻ്റെ ഫംഗ്ഷൻ. ഓക്കെ, ആരാണോ ടൈപ്പ് ചെയ്ത് റെഡിയാക്കുന്നത് അതാണ് ഞാൻ ഇവിടെ ഇൻ പേപ്പർ എന്ന് എഴുതിയിരിക്കുന്നത്. ഇൻ പേപ്പറിൽ ടൈപ്പ് ചെയ്യുന്ന ആളാണ് പ്രസൻറ്റേഷൻ ലെയറിൻ്റെ പണി ചെയ്യുന്നത്. നമ്മുടെ എക്സാമ്പിൾ കമ്പ്യൂട്ടറിലാണെങ്കിൽ ഇത് ചെയ്യുന്ന പണി എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇറ്റ് പെർഫോംസ് എൻകോഡിങ്. എൻകോഡിങ് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ വാട്സാപ്പിൽ ഒരു ആൾക്ക് മെസ്സേജ് അയച്ചു, ഹായ് എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു. ഹായ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എച്ച് ടൈപ്പ് ചെയ്യും, ഐ ടൈപ്പ് ചെയ്യും അല്ലേ? അപ്പോൾ ആ എച്ച് ടൈപ്പ് ചെയ്യുമ്പോൾ എച്ചിനെ ആസ്കിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ആ പണി ചെയ്യുന്നതാണ് പ്രസൻറ്റേഷൻ ലെയർ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ എച്ച് ടൈപ്പ് ചെയ്തപ്പോൾ എച്ച് അവിടെ വന്നെന്ന് കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് കാണിക്കുന്ന പണി ചെയ്യുന്നത് ആരാണ്? ആപ്ലിക്കേഷൻ ലെയറാണ്. ആ എച്ച് ആണ് സ്റ്റോർ ചെയ്തേക്കുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ബിറ്റ് പാറ്റേൺ ജനറേറ്റ് ചെയ്യുന്നുണ്ട് ഒരാൾ. അതിൻ്റെ പേരാണ് എൻകോഡിങ്. എൻകോഡിംഗ് എന്ന് പറഞ്ഞാൽ എൻകോഡിങ്ങിന് യൂസ് ചെയ്യുന്നത് ആസ്കി ആയിരിക്കും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇറ്റ് ആഡ് സെക്യൂരിറ്റി. അതിലേക്ക് സെക്യൂരിറ്റി ആഡ് ചെയ്യും. ഓക്കെ, അതായത് സെക്യൂരിറ്റി ആഡ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ പറയുന്നത്, ഇപ്പോൾ പ്രിൻസിപ്പാൾ ലെറ്റർ ടൈപ്പ് ചെയ്തോളാൻ പറഞ്ഞു. ലെറ്റർ ടൈപ്പ് ചെയ്യുന്ന ആൾ എന്ത് ചെയ്യും? ടൈപ്പ് ചെയ്തിട്ട് പ്രിൻസിപ്പാളിൻ്റെ ഒരു സീൽ അതിൽ വയ്ക്കും അല്ലേ? പ്രിൻസിപ്പാളാണ് ഇത് ചെയ്തത് എന്നറിയാൻ വേണ്ടിയിട്ട് പ്രിൻസിപ്പാളിൻ്റെ ഒരു സീൽ അത് വെക്കും. എന്നിട്ട് വേണേൽ പ്രിൻസിപ്പാളിനെ കൊണ്ട് ഒപ്പിടിപ്പിക്കും. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിലും നിങ്ങൾ തന്നെയാണ് നിങ്ങൾ അയക്കുന്ന. ഞാൻ നിങ്ങൾക്ക് വാട്സാപ്പിൽ 9:30 ക്ലാസ് തുടങ്ങുമെന്ന് അയച്ചാൽ നിങ്ങൾക്ക് ആർക്ക് സംശയമില്ല അത് ഞാൻ തന്നെയാണോ അയച്ചതെന്ന് ആർക്കും സംശയമില്ല അല്ലേ? എന്തുകൊണ്ടാണ് സംശയമില്ലാത്തത്? നമുക്ക് വിശ്വസനീയമാണ്. വാട്സാപ്പിന് നമുക്ക് വിശ്വാസമാണ്. ടിജോ സാറിൻ്റെ ഫോണിൽ നിന്ന് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ അത് ടിജോ സാർ തന്നെ അയച്ചതായിരിക്കും അല്ലേ എന്നൊരു വിശ്വാസമാണ്. അതെന്തുകൊണ്ടാണ്? വാട്സാപ്പിലൊരു വിശ്വാസമാണ്. ആ വിശ്വാസത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും പ്രസൻറ്റേഷൻ ലെയറാണ്. മൂന്നാമതൊരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട്, കംപ്രഷൻ ചെയ്യുന്നുണ്ട്. കംപ്രഷൻ നിങ്ങളുടെ മൊത്തം സൗന്ദര്യം കിട്ടിക്കോട്ടെന്നോർത്ത് വളരെ നല്ലൊരു വീഡിയോ അടിപൊളിയായിട്ട് എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടാലും ഫേസ്ബുക്കിൽ അടുത്ത ആൾ കാണുമ്പോഴത്തേക്കും അതിൻ്റെ ഓവറോൾ സൈസിൽ കംപ്രഷൻ ആയിട്ടുണ്ടാവും. കുറച്ച് അത്രയും നമ്മൾ എടുത്തിട്ട അത്രയും ക്ലാരിറ്റി കാണത്തില്ല അല്ലേ? ഓട്ടോമാറ്റിക്കായിട്ട് കംപ്രഷൻ നടക്കും. എന്തിനാണെന്ന് ചോദിച്ചാൽ ഇത് മറ്റൊരാളുടെ ഇതിലേക്ക് എത്തണേ. നമ്മൾ ഒബ്വിയസ്ലി പറയാം, നമ്മളൊരു ഫോട്ടോ എടുത്തിട്ട് വാട്സാപ്പ് വഴി ഷെയർ ചെയ്താൽ നമ്മൾ അയക്കുന്ന ഫോട്ടോയിൽ കഴിഞ്ഞ് റിസീവ് ചെയ്യുന്ന ഫോട്ടോയ്ക്ക് സൈസ് കുറവായിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ഫോട്ടോയുടെ സൈസൊക്കെ കംപ്രസ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല മാർഗ്ഗം അതാണ്. നിങ്ങൾ ഇവിടുന്ന് എടുത്ത് ഒരാൾക്ക് അയച്ചു കൊടുക്കുക, അയാളോട് അത് തിരിച്ചയച്ചു തരാൻ പറയുക. വാട്സാപ്പിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും 2 പ്രാവശ്യം പോകുമ്പോൾ അതിൻ്റെ സൈസ് ഓട്ടോമാറ്റിക് കുറയും. എന്തുകൊണ്ടാണ്? വാട്സാപ്പ് ഓൾറെഡി അതിനെ കംപ്രസ് ചെയ്താണ് അയക്കുന്നത്. അപ്പോൾ ആ വക കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരാണ്? ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ? ആരുടെയും മൂളിച്ചൊന്നും കേൾക്കുന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? ആ, ഓക്കെ. അപ്പോൾ അങ്ങനത്തെ സെക്യൂരിറ്റി ആഡ് ചെയ്യും. സെക്യൂരിറ്റി ആഡ് ചെയ്യുന്നതിന് പല മെഷറുണ്ട്. അതിന് പറയുന്ന പേരാണ് SSL. ഇതിൻ്റെ ഫുൾ ഫോമും സാധാരണ ചോദിക്കുന്നതാണ്. സെക്യൂർ സെഷൻസ് ലെയർ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. സെക്യൂർ സെഷൻസ് ലെയർ SSL. അതിന് താഴെ കംപ്രസ് ചെയ്യുമെന്ന് പറഞ്ഞു. കംപ്രസ് ചെയ്യാനായിട്ട് ഇതിൻ്റെ എക്സാമ്പിൾ മാത്രമാണ് കേട്ടോ. എൻകോഡിങ് ആസ്കി ആണെന്ന് ഞാൻ പറഞ്ഞാൽ ആസ്കിയിൽ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പ്രസൻറ്റേഷൻ ലെയർ എല്ലാം ആസ്കിയിൽ എൻകോഡ് ചെയ്യുമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ എൻകോഡിങ്ങിനുള്ള വേറെയും കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആസ്കി പഠിച്ചിട്ടുണ്ട്, എക്സ്റ്റെൻഡഡ് ആസ്കി പഠിച്ചിട്ടുണ്ട്, യൂണിക്കോഡ് പഠിച്ചിട്ടുണ്ട്. ഇതിൽ ഏത് വേണേലും ചെയ്യാം. ഒരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ സെക്യൂരിറ്റി ആഡ് ചെയ്യാൻ പല മെഷറുണ്ട്. അതിലൊരു എക്സാമ്പിളാണ് SSL, സെക്യൂർ സെഷൻസ് ലെയർ. കംപ്രസ് ചെയ്യാൻ പല മാർഗ്ഗങ്ങളുണ്ട്. അതിലൊരു മെത്തേഡാണ് സിപ്പ് എന്ന് പറയുന്നത്. സിപ്പ് ഫോർമാറ്റ്. നമ്മൾ സിപ്പ് ചെയ്ത് അയക്കുക എന്ന് കേട്ടിട്ടില്ലേ? സിപ്പ് ചെയ്ത് അയക്കുക, കംപ്രസ് ചെയ്ത് സിപ്പ് ചെയ്ത് അയക്കും. അതാണ് സിപ്പ് ചെയ്യുന്നത്. അറ്റ് ദ റിസീവർ ആൻഡ് ഇറ്റ് ട്രാൻസ്ലേറ്റ് ഡാറ്റ ഇൻ ടു ആക്സെപ്റ്റബിൾ ഫോർമാറ്റ് ഫോർ ആപ്ലിക്കേഷൻ ലെയർ. അതായത് ആപ്ലിക്കേഷൻ ലെയർ തരുന്ന കാര്യങ്ങൾ എൻകോഡ് ചെയ്ത് സെക്യൂരിറ്റി ചെയ്ത് കംപ്രസ് ചെയ്ത് ചെയ്യുന്നതാണ് പ്രസൻറ്റേഷൻ ലെയർ. റിസീവർ എൻഡിൽ ഇവൻ ഇതിൻ്റെ സെയിം റിവേഴ്സ് ചെയ്യണം. നമ്മൾ പറഞ്ഞിട്ടില്ലേ? നമ്മൾ ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓരോ ലെയറും 2 രീതിയിലും ചെയ്യുന്ന പരിപാടി തിരിച്ചും ചെയ്യാൻ പറ്റണം. അതായത് റിസീവർ സൈഡിൽ ആ ലെയർ ചെയ്യുന്ന പണി എന്താണോ അത് തന്നെയായിരിക്കും സെൻറ്റർ സൈഡിൽ അതിൻ്റെ നേരെ റിവേഴ്സ് ആയിരിക്കും ആ സെയിം ലെയർ ചെയ്യുന്നത്. അപ്പോൾ പ്രസൻറ്റേഷൻ ലെയർ എന്ന് പറഞ്ഞാൽ അത് റിസീവർ എൻഡ് എന്താണ്? അവന് കംപ്രസ് ചെയ്ത് ആസ്കിയിൽ എൻകോഡ് ചെയ്ത് സെക്യൂർ ആയിട്ടുള്ള ഒരു സിസ്റ്റം ആയിരിക്കും കിട്ടുന്നത്. അവനെ അത് എന്ത് ചെയ്യും? അപ്പം ഞാൻ നിങ്ങൾക്ക് വാട്സാപ്പിൽ അയക്കുകയാണെങ്കിൽ ഞാൻ ടൈപ്പ് ചെയ്യുന്ന കീനെ ഇവൻ എന്ത് ചെയ്യും? ഞാൻ ടൈപ്പ് ചെയ്യുന്ന കീനെ ഇവൻ എൻകോഡ് ചെയ്യും. അതിനൊരു സെക്യൂരിറ്റി ആഡ് ചെയ്യും. അതായത് അയക്കുന്നത് ഞാൻ തന്നെയാണെന്ന് അവൻ ഉറപ്പ് വരുത്തും.
അത് കഴിഞ്ഞിട്ട് നേരെ ഈ സാധനം കംപ്രസ് ചെയ്ത് നിങ്ങളുടെ ഇതിലേക്ക് അയക്കും. അപ്പോൾ നിങ്ങളുടെ ഇതിലേക്ക് അയക്കുമ്പോൾ ഈ പ്രസൻറ്റേഷൻ ലെയർ കിട്ടുമ്പോൾ എന്ത് ചെയ്യും, ഈ കോഡിംഗ് ഫോർമാറ്റിൽ 1ഉം 0 ആയിട്ടായിരിക്കും അവനെ കിട്ടുന്നത്. ആ 1ഉം 0നെ ഇവൻ തിരിച്ച് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യും, ഹായ് എന്നാണെങ്കിൽ എച്ചും ഐയിലേക്കും കൺവേർട്ട് ചെയ്യും, തിരിച്ച് ചെയ്യും. അപ്പോൾ അതാണ് എഴുതിയേക്കുന്നത്. അറ്റ് ദ റിസീവർ ആൻഡ് ഈ ട്രാൻസ്ലേറ്റ് ഡാറ്റ ഇൻ ടു അക്സെപ്റ്റബിൾ ഫോർമാറ്റ് ഫോർ ആപ്ലിക്കേഷൻ ലെയർ. ഇവിടെ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ, അതായത് പ്രസൻറ്റേഷൻ ലെയറിൽ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോളിൻ്റെ എക്സാമ്പിളാണ് ലൈറ്റ് വെയ്റ്റ് പ്രസൻറ്റേഷൻ പ്രോട്ടോകോൾ, LPP എന്ന് പറയും. LPP പ്രോട്ടോകോൾ, ലൈറ്റ് വെയ്റ്റ് പ്രസൻറ്റേഷൻ പ്രോട്ടോകോൾ. ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വളരെ സൈസൊക്കെ കുറച്ചിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രോട്ടോകോൾ LPP. ഇതിൻ്റെ ക്ലാസിക് എക്സാമ്പിളാണ്. ഈ ഫംഗ്ഷൻ സാധാരണ ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ആൻഡ്രോയിഡ് ഫോൺ എന്നൊക്കെ കേട്ടിട്ടില്ലേ, ആൻഡ്രോയിഡ് ഫോണും iOS ഫോണും ഒക്കെ ഉണ്ട് ഇല്ലേ, അല്ല വിൻഡോസും ലിനക്സും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ ആപ്ലിക്കേഷൻ ലെയർ എന്ന് പറഞ്ഞാൽ ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആപ്പായിരിക്കും. പ്രസൻറ്റേഷൻ ലെയർ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും. ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും ഈ പണികളൊക്കെ ചെയ്യുന്നത്. ഇത് നമ്മുടെ പ്രിൻസിപ്പാൾ ലെറ്റർ അയക്കുന്ന എക്സാമ്പിളിൽ പ്രിൻസിപ്പാൾ പറയുന്നത് ലെറ്റർ ടൈപ്പ് ചെയ്ത് സീൽ വയ്ക്കുന്ന ആളെ പോലെയാണ് ഇത്. ക്ലിയർ ആണോ? പ്രസൻറ്റേഷൻ ലെയർ. അടുത്തത് സെഷൻസ് ലെയർ. മൂന്നാമത്തെ ലെയറാണ് സെഷൻസ് ലെയർ. ഇവിടുന്ന് മേളിലേക്ക് തിരിച്ചാണ് ഞാൻ പറയുന്നത്. ആപ്ലിക്കേഷൻ ലെയർ പറഞ്ഞു, പ്രസൻറ്റേഷൻ ലെയർ പറഞ്ഞു. ആപ്ലിക്കേഷൻ ലെയർ പ്രോട്ടോകോൾ രണ്ടുപേർക്കും ബാധകമാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഇടയ്ക്ക് ആപ്ലിക്കേഷൻ ലെയർ പ്രോട്ടോകോൾ എന്ന് എഴുതിയേക്കുന്നത് അല്ലേ. ഇവിടെ വാട്സാപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും, നിങ്ങളുടെ സൈഡിലും വാട്സാപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. ഇത് രണ്ടും യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ ഒന്ന് തന്നെയായിരിക്കും അല്ലേ. അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയേക്കുന്നത്. അതുപോലെ പ്രസൻറ്റേഷൻ ലെയറിൽ പ്രസൻറ്റേഷന് വേണ്ടിയിട്ടുള്ള ചില നിയമങ്ങൾ ഇവിടെ ഉണ്ടാവും, അതേ നിയമങ്ങൾ ഈ സൈഡിലും ഉണ്ടാവും. ഇവൻ എന്താണോ ചെയ്യുന്നത് അതിൻ്റെ റിവേഴ്സ് ഇവൻ ചെയ്യും. ക്ലിയർ ആണല്ലോ? ഓരോന്നിനും രണ്ട് സൈഡിലേക്കും, അതായത് റിവേഴ്സും മറ്റേതും ചെയ്യാൻ പറ്റണം. എന്നാലേ ഉള്ളൂ ബൈ ഡയറക്ഷണൽ കമ്മ്യൂണിക്കേഷൻ നടക്കുകയുള്ളൂ. ഇവിടുന്ന് അയക്കുന്ന ഡാറ്റ ഇങ്ങനെ വന്ന് ഇങ്ങനെ പോകും, ഇവിടുന്ന് അയക്കുന്ന ഡാറ്റ ഇങ്ങനെ വന്ന് വീണ്ടും ഇവിടെ എത്തും. അപ്പോൾ ഓരോ ലെയറും രണ്ട് ഡയറക്ഷനിലും ചെയ്യാൻ പറ്റണം. മൂന്നാമത്തെ നമ്മൾ പഠിക്കുന്ന ലെയർ, അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അഞ്ചാമത്തെ ലെയറാണ് നമ്മൾ പഠിക്കുന്ന ഓർഡറിൽ മൂന്നാമത്തേത്, സെഷൻസ് ലെയർ. സെഷൻസ് ലെയർ ചെയ്യുന്ന എന്താണെന്നുള്ളതിന് ക്ലാസിക് എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങൾ ഫേസ്ബുക്കിൽ ബ്രൗസർ വഴി ലോഗിൻ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ബ്രൗസർ വഴി ലോഗിൻ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ അവിടെ നിന്നും ആദ്യത്തെ പേജിൽ നിന്ന് പോയി അപ്പോഴത്തേക്കുമാണ് ഒരു നമ്മുടെ എന്താ പറയുന്നത് ദുൽഖർ സൽമാൻ്റെ പേജ് കണ്ടു. അപ്പം നേരെ ദുൽഖർ സൽമാൻ്റെ പേജിലേക്ക് പോയി. ദുൽഖർ സൽമാൻ്റെ പേജ് കണ്ടപ്പോഴേക്കും നമ്മുടെ അതിലും പ്രമുഖനായ ടൊവിനോ തോമസ് നിൽക്കുന്നു. അപ്പോൾ അതേ നേരെ ടൊവിനോ തോമസിൻ്റെ പേജിലേക്ക് പോകുന്നു. അങ്ങനെ എല്ലാവരുടെയും പേജിലേക്ക് പോകുന്നു അല്ലേ. നിങ്ങളെല്ലാവരും പെൺകുട്ടികളായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആൺകുട്ടികളാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ പോകും. നയൻതാരയുടെ പേജിലോട്ട് പോകും, അത് കഴിയുമ്പോൾ തൃഷയുടെ പേജിലോട്ട് പോകും, അങ്ങനെയൊക്കെ പോകും. അങ്ങനെ ഏത് പേജിൽ ചെന്നാലും നിങ്ങളുടെ ഒരു ലോഗിൻ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഓരോ പേജിൽ ചെല്ലുമ്പോഴും നിങ്ങൾ വീണ്ടും ലോഗിൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അല്ലേ. എവിടെ ചെന്നാൽ നിങ്ങൾ ഒരു തവണ ഫസ്റ്റ് ടൈം മാത്രം ലോഗിൻ ചെയ്താൽ മതി. പിന്നെ നിങ്ങൾ ഏതൊക്കെ പേജിലേക്ക് പോയാലും, അപ്പോൾ ചിലരുടെ പേജിൽ ചെല്ലുമ്പോഴത്തേക്കും അവരുടെ ഡാറ്റ ലോക്ക്ഡ് ആണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ. ചിലരുടെ പേജിൽ ഡാറ്റ ലോക്ക്ഡ് ആണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല, നിങ്ങൾ ഫ്രണ്ട്സ് ആയാൽ മാത്രമേ ഡാറ്റ കാണാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു വരും. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നത് എന്താ, നിങ്ങൾ ആരാണെന്നുള്ളത് ഓൾറെഡി അവൻ ഒരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എവിടെയോ. അങ്ങനെ ആ സെഷൻ, അതായത് ഇന്നയാളാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്, ഇന്നയാളിൽ നിന്നുള്ള കമ്മ്യൂണിക്കേഷനാണ് വരുന്നത് എന്നുള്ളത് കീപ്പ് ചെയ്യുന്ന പേരാണ് സെഷൻ. അതിനാണ് ഒരു സെഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ സാധാരണഗതിയിൽ ഒരു സെഷൻ എന്ന് പറഞ്ഞാൽ ഒരു വെബ് പേജിൻ്റെ എക്സാമ്പിൾ വെച്ച് പറഞ്ഞാൽ ഒരാൾ ലോഗിൻ ചെയ്യുന്നിടം തൊട്ട് ലോഗ് ഔട്ട് ചെയ്യുന്നിടം വരെയുള്ള കാര്യങ്ങൾക്കാണ് ഒരു സെഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ലോഗിൻ ചെയ്യുന്നിടം തൊട്ട് ലോഗ് ഔട്ട് ചെയ്യുന്നിടം വരെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇയാളാണ് ചെയ്യുന്നതെന്നുള്ളത് ട്രാക്ക് ചെയ്യുന്ന പരിപാടി, അതാണ് സെഷൻസ് ലെയർ ചെയ്യുന്നത്. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ കീപ്പിംഗ് കണക്ഷൻ ആക്റ്റീവ്. It manages and synchronizes the conversation between two different applications. രണ്ട് ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ് തമ്മിലുള്ള കോൺവെർസേഷൻ മാനേജ് ചെയ്യുന്നത് സെഷൻസ് ലെയർ ആയിരിക്കും. എക്സാമ്പിൾ ലോഗിൻ ലോഗ് ഔട്ട് സെഷനാണ്. ഒരു ലോഗിൻ തൊട്ട് ലോഗ് ഔട്ട് വരെയുള്ള സെഷൻ എല്ലാം ചെയ്യുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളാണ്. ഇതിൽ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ടു അഡ്രസ്സ് എഴുതുന്ന പോലത്തെ ആൾക്കാരാണ്. അതായത് ഇപ്പം തന്നെ എന്താ പറയുന്നത്, ഇപ്പം തന്നെ പ്രിൻസിപ്പാൾ ഒരു ലെറ്റർ എഴുതാൻ പറഞ്ഞു. അപ്പം കേരളത്തിലുള്ള എല്ലാ പോളിടെക്നിക്കുകളിലേക്കും ആയിരിക്കും ഈ ലെറ്റർ എഴുതേണ്ടത്.
അപ്പോഴത്തേക്കും എല്ലാ പോളിടെക്നിക്കുകളിലേക്കും പോകേണ്ട ലെറ്റർ ആണെങ്കിൽ എന്ത് ചെയ്യും, സെഷൻസ് ലെയർ അപ്പം തന്നെ എന്ത് ചെയ്യും, സെഷൻസ് ലെയർ അപ്പം തന്നെ അതിൻ്റെ ഒരു കോപ്പി എടുത്ത് ഒരു കോപ്പി റെഡിയാക്കി പ്രിൻസിപ്പാളിൻ്റെ സീലൊക്കെ വെച്ച് റെഡിയാക്കും. പ്രസൻറ്റേഷൻ ലെയർ അപ്പം തന്നെ അതിൻ്റെ ഒരു കോപ്പി എടുത്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കും. അതിന് ശേഷം സെഷൻസ് ലെയറിലേക്ക് കൊടുക്കും. അപ്പോൾ സെഷൻസ് ലെയറാണ് തീരുമാനിക്കുന്നത് ഇത് ആർക്കൊക്കെ അയച്ചു കൊടുക്കണം, ടു അഡ്രസ്സ് ആരുടെയൊക്കെ എഴുതണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ എന്താണ്, സെഷൻസ് ലെയറാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ അതായത് ആര് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടക്കണം, ഓരോന്നും ആർക്കൊക്കെ പോകണം എന്ന കാര്യങ്ങൾ തീരുമാനിക്കുന്നത് സെഷൻസ് ലെയറാണ്. സെഷൻസ് ലെയർ ക്ലിയർ ആണോ? ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ കീപ്പിംഗ് കണക്ഷൻസ് ആക്റ്റീവ്. അതായത് നിങ്ങൾ ഒരു ഫേസ്ബുക്കിൽ ലോഗിൻ ചെയ്താൽ ഫേസ്ബുക്കിൻ്റെ ആപ്പിൽ ലോഗിൻ ചെയ്താൽ പിന്നെ എപ്പോഴും മൊബൈൽ വെച്ചിട്ട് വെരിഫൈ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ആ സെഷൻ എന്ന് പറയുന്ന സാധനം അവിടെ നിലനിൽക്കുന്നുണ്ട്. നിങ്ങളാണ് ലോഗിൻ ചെയ്തതെന്നുള്ള സെഷൻ അവിടെ നിലനിൽക്കുന്നുണ്ട്. നിങ്ങൾ ആപ്പ് ക്ലോസ് ചെയ്തിട്ട് ഓൺ ചെയ്താലും ആ ലോഗിൻ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അതാണ് സെഷൻസ് ലെയർ ചെയ്യുന്ന പരിപാടി. ക്ലിയർ ആണോ? അടുത്തത് ട്രാൻസ്പോർട്ട് ലെയർ. അതിൻ്റെ തൊട്ട് താഴെയുള്ള ലെയറാണ് ട്രാൻസ്പോർട്ട് ലെയർ. ട്രാൻസ്പോർട്ട് ലെയർ എന്നുള്ള പേരിൽ നിന്ന് തന്നെ അറിയാം എന്താണ് ചെയ്യുന്നത്, ട്രാൻസ്പോർട്ടാണ് ചെയ്യുന്നത് അല്ലേ. ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഈ സെഷൻസ് ലെയർ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഓരോന്നും ആർക്കൊക്കെ കൊടുക്കണം എന്നുള്ള കാര്യങ്ങൾ തീരുമാനിച്ചു. ഇനി ട്രാൻസ്പോർട്ട് ലെയർ ആക്ച്വലി ചെയ്യുന്നത് അത് ഇറ്റ് ബ്രേക്സ് ഡാറ്റ ഇൻ ടു സെഗ്മെൻറ്റ്സ്. അതായത് ഇപ്പം നമ്മൾ വലിയൊരു ഡാറ്റ ആയിരിക്കും അയക്കുന്നത്, ഒരു വലിയ വീഡിയോ ആയിരിക്കും അയക്കുന്നത്. അപ്പോൾ ആ വീഡിയോ എല്ലാം കൂടെ ഒന്നിച്ച് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഇച്ചിരി പാടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ നേരെ പോയിട്ട് ആ വീഡിയോയിനെ പല ചെറിയ സെഗ്മെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇത്രയും വലിയൊരു 5 MB ഉള്ള നമ്മൾ വാട്സാപ്പിൽ ഒരാൾ നമുക്ക് വീഡിയോ അയച്ചു തന്നാൽ നമ്മൾ ആ വീഡിയോ എടുക്കുവാണെന്ന് വിചാരിക്കുക. വീഡിയോ എടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ അത് സ്റ്റക്കായി നിൽക്കും അല്ലേ, ഇടയ്ക്കിടയ്ക്ക് സ്റ്റക്കാവും, വീണ്ടും പ്ലേ ചെയ്യാൻ പറ്റും. അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ ആർക്കെങ്കിലും? ഇല്ല, വീഡിയോ ആരെങ്കിലും അയച്ചു തന്നു കഴിഞ്ഞാൽ അത് എടുത്ത് കാണുമ്പോഴത്തേക്കും ഇടയ്ക്കിടയ്ക്ക് നിൽക്കും ഇല്ലേ, കണ്ടിട്ടില്ലേ? അല്ല യൂട്യൂബിൽ നമ്മുടെ ക്ലാസ്സിൻ്റെ വീഡിയോ കാണുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഒന്ന് പോസാവും, എന്നിട്ട് വീണ്ടും ലോഡാകുന്ന ആ സിമ്പിൾ കാണിച്ചു തരും. അത് കഴിഞ്ഞ് വീണ്ടും എന്ത് ചെയ്യും, വീണ്ടും നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ അത്? എന്തുകൊണ്ടാണ് അങ്ങനെ ഫീൽ ചെയ്യുന്നത്? ആ വീഡിയോ ഒന്നിച്ച് ഒറ്റ ഫയലായിട്ടല്ല അയച്ചു തരുന്നത്, അതിൻ്റെ ഓരോരോ ചെറിയ പാർട്ടുകളായിട്ടാണ് ഡാറ്റ അയച്ചു തരുന്നത്. ആ ഓരോരോ ചെറിയ പാർട്ടായിട്ട് ഡാറ്റേനെ ബ്രേക്ക് ചെയ്യുന്ന പരിപാടി ചെയ്യുന്ന ലെയറാണ് ട്രാൻസ്പോർട്ട് ലെയർ എന്ന് പറയുന്നത്. അതായത് ട്രാൻസ്പോർട്ട് ലെയറിന് അറിയാം ഇത്രയും വലിയൊരു ചാക്കുമായിട്ട് പോയാൽ നമ്മളെ ഒരു KSRTC ബസ്സിലും ആരും കയറ്റത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ ഇതിനെ ചെറിയ ബാഗുകളായിട്ട് ഡിവൈഡ് ചെയ്ത് KSRTC ബസ്സിൽ ഓരോരുത്തർക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു പാക്കറ്റിൻ്റെ സൈസിലേക്ക് മാറ്റണം എന്നുള്ള കാര്യം തീരുമാനിക്കുന്ന ആരാണ്? ട്രാൻസ്പോർട്ട് ലെയറാണ്. അപ്പോൾ ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ റെഡിയാക്കും. ഇങ്ങനെ കൊണ്ടുപോയാൽ ശരിയാകത്തില്ല, ചെറുതാക്കണം എന്ന് പറഞ്ഞ് ചെയ്യുന്നതാണ് ട്രാൻസ്പോർട്ട് ലെയർ. ഇറ്റ് ബ്രേക്സ് ഡാറ്റ ഇൻ ടു സെഗ്മെൻറ്റ്സ്. പല സെഗ്മെൻ്റായിട്ട് ഡിവൈഡ് ചെയ്യും. അതിന് പറയുന്ന പേരാണ് പാക്കറ്റ്സ്. ദാറ്റ് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ഈസിലി ഓവർ മൾട്ടിപ്പിൾ കണക്ഷനിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതായത് ഞാൻ സ്വിച്ച്ഡ് കണക്ഷനും സർക്യൂട്ട് സ്വിച്ച്ഡ് നെറ്റ്വർക്കും പാക്കറ്റ് സ്വിച്ച്ഡ് നെറ്റ്വർക്കും പഠിപ്പിച്ചപ്പോൾ ഒരു ഡയഗ്രാം കാണിച്ചില്ലേ? അതായത് ഒരു സോഴ്സിൽ നിന്ന് ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പോകാനായിട്ട് പല പാത്ത് കാണും. ആ പല പാത്തിൽ കൂടെ നമുക്ക് ഡാറ്റയെ വിടാം. അപ്പോൾ ഈ ചെറിയ ഒരു വീഡിയോനെ പലതായിട്ട് ഡിവൈഡ് ചെയ്താലുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഓരോന്നും നമുക്ക് ഇഷ്ടമുള്ള പാത്തിൽ കൂടെ അപ്പുറത്തേക്ക് വിടാം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ വീഡിയോ ഇവിടുന്ന് ഇടുന്നുണ്ടാവും, അത് 10 സെക്കൻഡ് വീതം പല സെഗ്മെൻറ്റുകളായിട്ടായിരിക്കും വീഡിയോ. നമ്മളൊരു വീഡിയോ ഒന്നിച്ചാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, അതിനെ ഒരു 10 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. തിരിച്ച് മറ്റേ സൈഡിൽ കിട്ടുമ്പോഴും ഈ 10 എണ്ണത്തെ ഡിവൈഡ് ചെയ്ത് ആ ഓർഡറിൽ തന്നെ തിരിച്ച് കിട്ടണം അല്ലേ, മറ്റേ സൈഡിൽ റിസീവ് ചെയ്യുമ്പോഴും. അപ്പോൾ ആ കാര്യം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ട്രാൻസ്പോർട്ട് ലെയർ ചെയ്യും. അപ്പോൾ നമ്പർ ഇട്ടായിരിക്കും വിടുന്നത്. ആദ്യത്തേന് 1 വിടും, രണ്ടാമത്തേന് 2 വിടും, 3 വിടും, അങ്ങനെ വിടും. അപ്പോൾ കിട്ടുന്ന എൻഡിൽ 1, 2, 3 എന്ന് പറയുന്ന ഓർഡറിൽ തന്നെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ പറ്റും. അതാണ് ഇറ്റ് പ്രൊവൈഡ്സ് സെഗ്മെൻറ്റേഷൻ ആൻഡ് റീഅസംബ്ലിങ്. സെഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ അതിനെ പല സെഗ്മെൻറ്റുകളായിട്ട് മുറിക്കും, വീണ്ടും റീഅസംബിൾ ചെയ്യും എന്ന് പറഞ്ഞാൽ വീണ്ടും ആ സെഗ്മെൻറ്റുകളെ വീണ്ടും ഒന്നിച്ചാക്കുന്ന പരിപാടിയും ട്രാൻസ്പോർട്ട് ലെയർ ആണ് ചെയ്യുന്നത്. സെഗ്മെൻറ്റേഷൻ ചെയ്യുന്നത് സെൻഡറുടെ എൻഡിലാണെങ്കിൽ റീഅസംബ്ലിങ് ചെയ്യുന്നത് റിസീവറുടെ എൻഡിലാണ്. ക്ലിയർ ആണോ? ഇറ്റ് ഓൾസോ പ്രൊവൈഡ്സ് എറർ കൺട്രോൾ ആൻഡ് റിക്കവറി. ഈ ട്രാൻസ്ഫർ ചെയ്യുന്നതിനകത്ത് എന്തെങ്കിലും എററൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ട്രാൻസ്പോർട്ട് ലെയർ ചെയ്യും. ഇറ്റ് ഓൾസോ ആഡ്സ് ഹെഡർ വിത്ത് സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ പോർട്ട് അഡ്രസ്. വിത്ത് സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ ആണ് കേട്ടോ, സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ പോർട്ട് അഡ്രസ്.
വെച്ച് പ്രൊവൈഡ് ചെയ്യും. സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ അഡ്രസ്സും പ്രൊവൈഡ് ചെയ്യും. കാരണം ഈ ഓരോ പാക്കറ്റും മുറിച്ച് അയക്കണമെങ്കിൽ ഓരോന്നിലും സോഴ്സും ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് എഴുതണ്ടേ, അല്ലെങ്കിൽ എവിടെ നിന്നാണ് എങ്ങോട്ടാണെന്ന് എങ്ങനെ അറിയും? നമ്മളൊരു വലിയ കൺസൈൻമെൻറ്റിനെ മുറിച്ച് പല പാക്കറ്റ് ആക്കുകയാണെങ്കിൽ എന്നിട്ട് പലതും ഡിഫറെൻ്റ് ആയിട്ട് അയക്കാൻ പോകും. അപ്പോൾ ഓരോന്നിലും അഡ്രസ്സ് എഴുതണം. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളിൻ്റെ എക്സാമ്പിളാണ് TCP, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ. ഇതൊരു റിലയബിൾ പ്രോട്ടോക്കോളാണ്. വേറൊരു പ്രോട്ടോക്കോളിന് എക്സാമ്പിളാണ് UDP, യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോക്കോൾ. ഇതൊരു അൺറിലയബിൾ പ്രോട്ടോക്കോളാണ്. എന്താണ് റിലയബിൾ, എന്താണ് അൺറിലയബിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം TCP പ്രോട്ടോക്കോള് ഇത് നിങ്ങൾക്കിപ്പോൾ നിലവിൽ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും ഞാൻ വെറുതെ പറയുകയാണ്. TCP റിലയബിൾ ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇവിടുന്ന് അയക്കുന്ന ഓർഡറിൽ തന്നെ അവിടെ റിസീവ് ചെയ്യും, ഉറപ്പാണ്. ആദ്യത്തെ പാക്കറ്റ് റിസീവ് ചെയ്തതിന് ശേഷമേ രണ്ടാമത്തെ പാക്കറ്റ് റിസീവ് ചെയ്യുള്ളൂ. UDP എന്ന് പറയുന്നത് യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോക്കോളാണ്. ഇതൊക്കെ PSCക്ക് വരുന്ന ചോദ്യങ്ങളാണ്. UDPയുടെ ഫുൾ ഫോം യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോക്കോൾ. അൺറിലയബിൾ ആണെന്ന് പറഞ്ഞാൽ കേട്ടില്ല. പ്രസൻറ്റേഷൻ ലെയറിൽ സെക്യൂർ സെഷൻസ് ലെയർ എന്ന് പറയുന്ന സെക്യൂരിറ്റി ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. അതിൻ്റെ താഴെയാണ് സെഷൻസ് ലെയർ വരുന്നത്. സെക്യൂർ സെഷൻസ് ലെയർ എന്ന് പറയുന്ന പ്രോട്ടോക്കോൾ പ്രസൻറ്റേഷൻ ലെയറിൽ യൂസ് ചെയ്തു. അതിൻ്റെ താഴെ സെഷൻസ് ലെയർ വന്നു. ഇനി യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോക്കോൾ എന്ന് പറയുന്ന UDP എന്ന് പറയുന്ന പ്രോട്ടോക്കോൾ ട്രാൻസ്പോർട്ട് ലെയറിൽ ഉപയോഗിച്ചു. അതിൻ്റെ താഴെയാണ് ആക്ച്വലി ഡാറ്റാഗ്രാംസ്. നെറ്റ്വർക്ക് ലെയറിലാണ് ഡാറ്റാഗ്രാംസ് കറക്റ്റായിട്ട് വരുന്നത്. അങ്ങനെ ഒന്ന് ഓർത്തിരിക്കുക, കൺഫ്യൂഷൻ വരണ്ട. യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോക്കോൾ UDP ട്രാൻസ്പോർട്ട് ലെയറിലാണ് വരുന്നത്. അതിൻ്റെ താഴെയാണ് ആക്ച്വലി ഡാറ്റാഗ്രാംസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സെക്യൂർ സെഷൻസ് ലെയർ പ്രസൻറ്റേഷൻ ലെയറിലാണ് വരുന്നത്. അതിൻ്റെ താഴെയുള്ള ലെയറാണ് സെഷൻസ് ലെയർ. ഇതിൻ്റെ ഫുൾ ഫോം സെക്യൂർ സെഷൻസ് ലെയർ എന്നാണ്. UDPയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇവിടുന്ന് സെൻഡ് ചെയ്യുന്നത് 1 2 3 എന്ന് പറയുന്ന ഓർഡറിലായിരിക്കും. റിസീവ് ചെയ്യുന്നത് 1 കഴിഞ്ഞാൽ ചിലപ്പോൾ 3 വരുന്നതെങ്കിൽ 3നെ റിസീവ് ചെയ്യും. അത് കഴിഞ്ഞ് 2 വന്നാൽ 2നെ റിസീവ് ചെയ്യും. അത് കഴിഞ്ഞ് 10 വന്നാൽ 10നെ റിസീവ് ചെയ്യും. 7 വന്നാൽ 7നെ റിസീവ് ചെയ്യും. അങ്ങനെ റിസീവ് ചെയ്യും. റിസീവ് ചെയ്തതിന് ശേഷം ഇവൻ ഓർഡറിലാക്കും. അതാണ് അൺറിലയബിൾ എന്ന് പറയുന്നത്. അതായത് വരുന്നതിൻ്റെ ഓർഡർ നമുക്ക് റിലയബിൾ ആയിരിക്കില്ല. പക്ഷേ TCPയിലാണെങ്കിൽ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഒന്നാമത്തേതിന് ശേഷം രണ്ടാമത്തേത് റിസീവ് ചെയ്താൽ മാത്രമേ മൂന്നാമത്തേത് റിസീവ് ചെയ്യുള്ളൂ. അതാണ് റിലയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൽ നമ്പറിങ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ആ ഓർഡർ റിസീവ് ചെയ്യുന്ന ഓർഡർ കറക്റ്റ് ആയിരിക്കും. പക്ഷേ UDPയിൽ എപ്പോഴും നമ്പറിങ് വേണ്ടി വരും. കാരണം എങ്ങനെയാണ് വരുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. വന്നു കഴിഞ്ഞ് നമ്മൾ അവനെ ഓർഡറിലാക്കണം. വന്നു കഴിഞ്ഞ് ഓർഡറിലാക്കണം എന്നുണ്ടെങ്കിൽ അതിൽ നമ്പർ ഉണ്ടായിരിക്കണം. വരുന്ന ഓരോ പാക്കറ്റിലും നമ്പർ ഉണ്ടായിരിക്കണം. ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതുവരെ പറഞ്ഞതിൽ? അടുത്തത് നെറ്റ്വർക്ക് ലെയർ ആണ്. അപ്പോൾ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ വീഡിയോ റെക്കോർഡ് ചെയ്ത് വരുമ്പോൾ ആ വീഡിയോ വീണ്ടും പോസ് ചെയ്ത് വീണ്ടും ഇരുന്ന് കാണുക. ഓരോ ഭാഗവും കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി ലാസ്റ്റത്തെ 3 ലെയറാണ് നെറ്റ്വർക്ക് ലെയർ. നെറ്റ്വർക്ക് ലെയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ആഡ്സ് ഹെഡർ ടു ഈച്ച് സെഗ്മെൻറ്റ് ഫ്രം ദ ട്രാൻസ്പോർട്ട് ലെയർ. ഇതിൽ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഇതിൽ ട്രാൻസ്പോർട്ട് ലെയറിൽ പല പാക്കറ്റായിട്ട് ഡിവൈഡ് ചെയ്യത്തില്ലേ? പാക്കറ്റായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും അതിലൊരു ഹെഡർ ഈച്ച് ഇതിലേക്ക് ആഡ് ചെയ്യും. അപ്പം ഇവിടെ വെച്ച് പല പാക്കറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യും. പാക്കറ്റ് നമ്പറൊക്കെ ഇട്ട് കൊടുത്തു, ഓരോന്നിനും നമ്പർ ഇട്ട് കൊടുത്തു. സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ പോർട്ട് അഡ്രസ്സാണ് കേട്ടോ. സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് അല്ല ഇവിടെ കൊടുക്കുന്നത്, പോർട്ട് അഡ്രസ്സാണ് കൊടുക്കുന്നത്. അഡ്രസ്സും പോർട്ട് അഡ്രസ്സും തമ്മിൽ വ്യത്യാസമുണ്ട്. അതായത് നമ്മളൊരു കോളേജിലേക്ക് അയക്കുകയാണെങ്കിൽ ആ കോളേജിൽ പെരുമ്പാവൂർ പോളിടെക്നിക് എന്ന് പറഞ്ഞ് അയച്ചാൽ അതാണ് അഡ്രസ്സ് എന്ന് പറയുന്നത്. പെരുമ്പാവൂർ പോളിടെക്നിക്കിലെ കമ്പ്യൂട്ടർ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ അതാണ് പോർട്ട്. അതായത് കമ്പ്യൂട്ടറിൻ്റെ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഒരു IP അഡ്രസ്സ്, അത് കമ്പ്യൂട്ടറിൻ്റെ ജനറൽ അഡ്രസ്സ് ആയിരിക്കും. അതിൽ പല പോർട്ടുകളുണ്ടായിരിക്കും. സാധാരണ ഇഷ്ടംപോലെ പോർട്ടുകളുണ്ടായിരിക്കും. അതായത് ഒരു വീട്ടിൽ തന്നെ ഇന്ന ആൾക്കെന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കില്ലേ, അപ്പോൾ ആ പാർട്ട് മാത്രമേ ഉള്ളൂ ട്രാൻസ്പോർട്ട് ലെയർ ആഡ് ചെയ്തുള്ളൂ. സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ പോർട്ട് അഡ്രസ്സാണ് കേട്ടോ. മുമ്പേ പറഞ്ഞപ്പോൾ ഞാൻ അഡ്രസ്സ് എന്ന് തന്നെയാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. അഡ്രസ്സ് അല്ല, പോർട്ട് അഡ്രസ്സാണ്. പോർട്ട് അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ അഡ്രസ്സ് അല്ല. ആ ആക്ച്വൽ അഡ്രസ്സിൽ ആർക്ക് കിട്ടണം എന്നുള്ളതാണ്. കമ്പ്യൂട്ടർ HOD അല്ല കമ്പ്യൂട്ടർ ലെക്ചറർ അല്ലെങ്കിൽ ഓഫീസ് സൂപ്രണ്ട് ഓഫ് ഓഫീസ് എന്നൊക്കെ പറഞ്ഞ് അയക്കുന്ന അങ്ങനത്തെ കാര്യങ്ങളാണ് ട്രാൻസ്പോർട്ട് ലെയറിൽ ചെയ്യുന്നത്. നെറ്റ്വർക്ക് ലെയറിൽ ചെയ്യുന്നത് ട്രാൻസ്പോർട്ട് ലെയർ അയച്ചു തരുന്ന ഓരോ പാക്കറ്റിലും അതിൻ്റെ ഫുൾ അഡ്രസ്സ് എഴുതി വയ്ക്കും. അതാണ് നെറ്റ്വർക്ക് ലെയർ ചെയ്യുന്നത്. ഫുഡ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് ഒരു ഹെഡർ ആഡ് ചെയ്യും. ആ ആക്ച്വൽ ഡാറ്റ ഉണ്ടല്ലോ, ആക്ച്വൽ ഡാറ്റയ്ക്ക് തൊട്ട് മുമ്പ് അതിൻ്റെ അഡ്രസ് പാർട്ട്, അതായത് എൻവലപ്പ് അടച്ച് എൻവലപ്പിൻ്റെ പുറത്ത് ഒരു ഇതെഴുതും. എന്തെഴുതും? അഡ്രസ്സ് എഴുതി വയ്ക്കും. ആ പണിയാണ് നെറ്റ്വർക്ക് ലെയർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വരെ നമുക്ക് പേപ്പറുകളായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പേപ്പറിനെ അടച്ച് പാക്കറ്റാക്കി ഓരോ പേപ്പറിനെ അടയ്ക്കുന്ന, അതായത് അയക്കാൻ പോകുന്ന ഓരോ ചെറിയ പാക്കറ്റിനെയും അടച്ച് അതിൻ്റെ പുറത്ത് അഡ്രസ്സ് എഴുതുന്ന പണിയാണ് നെറ്റ്വർക്ക് ലെയർ ചെയ്യുന്നത്. ഇറ്റ് ആഡ്സ്
ഹെഡർ ടു ഈച്ച്. അപ്പോൾ അതിനകത്തായിരിക്കും ടു ദ പ്രിൻസിപ്പൾ അല്ലെങ്കിൽ ടു ദ കമ്പ്യൂട്ടർ HOD എന്നൊക്കെ പറഞ്ഞ് അത് തുറന്നു നോക്കിയാൽ അതിനകത്തേ കാണത്തുള്ളൂ ഇതുവരെ. അപ്പോൾ നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് കിട്ടുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓരോ ലെയറിലും അതിൻ്റെ നമ്മുടെ ആക്ച്വൽ ഡാറ്റ ഏറ്റവും മേളിൽ നിന്നാണ് വന്നത്. പിന്നെ അത് അയക്കാൻ വേണ്ടിയിട്ടുള്ള പല പല കാര്യങ്ങളാണ് താഴോട്ട് വരുന്ന ഓരോ ലെയറും അതിൻ്റെ മേളിൽ ആഡ് ചെയ്യുവാണ്. ആ കൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. നെറ്റ്വർക്ക് ലെയർ, ഇറ്റ് ആഡ്സ് ഹെഡർ ടു ഈച്ച് സെഗ്മെൻറ്റ് ലെയർ. ഹെഡർ ഹാസ് സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ അഡ്രസ് വിച്ച് ഈസ് യൂസ്ഡ് ബൈ റൗട്ടർ യൂസ് ചെയ്യുന്നത് നെറ്റ്വർക്ക് ലെയറാണ്. അതുകൊണ്ടാണ് ഇവിടെ വന്നപ്പം ഈ ഫിഗർ, അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവുന്നത് നെറ്റ്വർക്ക് ലെയറിലാണ് അഡ്രസ്സ് ആഡ് ചെയ്യുന്നത്. റൗട്ടർ ആണ് ആ അഡ്രസ്സ് ആക്ച്വലി യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് റൗട്ടറിൽ മാത്രം നെറ്റ്വർക്ക് ലെയർ വരുന്നത്. സ്വിച്ചൊക്കെ ജസ്റ്റ് അഡ്രസ്സ് നോക്കൂല, വരുന്നതിനെ ഫോർവേഡ് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ നെറ്റ്വർക്ക് ലെയർ സ്വിച്ചിൽ വേണ്ടാത്തത്. അശ്വതി, ഇത് ക്ലിയർ ആയോ ഈ ഫിഗർ? അശ്വതി കേൾക്കാമോ? ഉറങ്ങുമായിരുന്നോ? പറഞ്ഞത് ക്ലിയർ ആയോ എന്ന്? നെറ്റ്വർക്ക് ലെയറിലാണ് ഓരോ ഹെഡറും ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഹെഡർ ആൻഡ് സോഴ്സ് കേട്ടില്ല. നെറ്റ്വർക്ക് ലെയറിലാണ് നമ്മൾ ഓക്കെ. നെറ്റ്വർക്ക് ലെയർ എന്ന് പറയുന്നത് ഇതിലേക്ക് ഓരോന്നിനും വേണ്ടി അഡ്രസ്സ് ആഡ് ചെയ്യുകയാണ്. അതായത് എൻവലപ്പിൻ്റെ പുറത്ത് അഡ്രസ്സ് എഴുതുന്ന ആരാണോ ആ പണിയാണ് നെറ്റ്വർക്ക് ലെയർ ചെയ്യുന്നത്. അപ്പോൾ ഓരോന്നിനും വേണ്ടി അഡ്രസ്സ് ആഡ് ചെയ്യും. ഈ അഡ്രസ്സാണ് റൗട്ടറുകൾ യൂസ് ചെയ്യുന്നത്. റൗട്ടർ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് റൗട്ട് ചെയ്യുന്ന റൗട്ടർ യൂസ് ചെയ്യുന്നത് ഈ അഡ്രസ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ റൗട്ടറിൽ ഈ നെറ്റ്വർക്ക് ലെയറിൻ്റെ പണി റൗട്ടർ ചെയ്യാൻ പറ്റണം. അതുകൊണ്ടാണ് ഈ ഫിഗറിൽ ഇവിടെ വന്നപ്പോൾ റൗട്ടറിൻ്റെ മേളിൽ നെറ്റ്വർക്ക് ലെയറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഉള്ള ഒരെണ്ണം ഈ റൗട്ടറിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞത്. ക്ലിയർ ആണോ അശ്വതി? ഇപ്പോൾ കേട്ടോ? ഇല്ലെങ്കിൽ വീഡിയോ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അടുത്ത ക്ലാസ് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാം. ഇറ്റ് റൗട്ട്സ് പാക്കറ്റ്സിൻ്റെ പേര് ഡാറ്റാഗ്രാം എന്നാണ്. ഇങ്ങനെ, അതായത് എൻവലപ്പിൽ ഇട്ട് അടച്ചു കഴിയുമ്പോൾ അവൻ്റെ പേര് ഡാറ്റാഗ്രാം എന്നാണ്. നമ്മൾ എൻവലപ്പ് എന്ന് പറയുന്ന പോലെ ഇതിൻ്റെ പേര് ഡാറ്റാഗ്രാം എന്നാണ്. അപ്പോൾ ഇതിൻ്റെ മേളിലാണ് യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോകോൾ ഉള്ളതെന്ന് ഞാൻ പറഞ്ഞു. ഇറ്റ് റൗട്ട്സ് പാക്കറ്റ്സ്, ആ പാക്കറ്റ്സിൻ്റെ പേര് ഡാറ്റാഗ്രാം എന്നാണ്. ത്രൂ ഡിഫറെൻറ്റ് ചാനൽസ്. അപ്പോൾ ഇവൻ്റെ അഡ്രസ്സ് എഴുതി കഴിഞ്ഞാൽ എന്താണ്, പല പല ചാനലിൽ കൂടെ അങ്ങോട്ട് വിടും. അതിനകത്ത് പിന്നെ കുഴപ്പമൊന്നുമില്ല. ചിലപ്പോൾ ഇവിടുന്ന് പറഞ്ഞാൽ എറണാകുളം പോസ്റ്റ് ഓഫീസിൽ ചെന്നിട്ടായിരിക്കും പോകുന്നത്, വേറെ ഒരെണ്ണം ആലുവ പോസ്റ്റ് ഓഫീസിൽ ചെന്നിട്ടായിരിക്കും പോകുന്നത്. എങ്ങനെ വേണമെങ്കിലും പോവാം, എല്ലാം കൂടെ വിട്ടും. വൺ നോഡ് ഓർ അനദർ. ഇവിടുത്തെ പ്രോട്ടോകോളിന് എക്സാമ്പിളാണ് ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ, IP എന്ന് പറയുന്നത്. IP എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ എന്നാണ്. IP അഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞ അഡ്രസ്സ് ഉണ്ട്. അത് ഒരു കമ്പ്യൂട്ടറിനെ യുണീക്ക്ലി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അഡ്രസ്സാണ്. അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ വരുന്ന ക്ലാസ്സുകളിലൊക്കെ പഠിക്കും IP അഡ്രസ്സ്. അപ്പോൾ ആ IP അഡ്രസ്സ് എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടറിനെ യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അഡ്രസ്സാണ്. അപ്പോൾ ആ അഡ്രസ്സ് ആഡ് ചെയ്യുന്നത് നെറ്റ്വർക്ക് ലെയർ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോകോളിൻ്റെ എക്സാമ്പിളാണ് ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ. അടുത്തത് ഡാറ്റ ലിങ്ക് ലെയർ. ഈ ലെയറിൽ ചെയ്യുന്നത് ഇറ്റ് ടേക്സ് ഡാറ്റാഗ്രാം ഫ്രം നെറ്റ്വർക്ക് ലെയർ ആൻഡ് ഡിവൈഡ് ഇറ്റ് ഇൻ ടു ഫ്രെയിംസ്. ഈ കേസിൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇതിനെ വീണ്ടും ഫ്രെയിമുകളായിട്ട് ഡിവൈഡ് ചെയ്യും. അതായത് ഈ ആക്ച്വലി നടക്കുന്ന ട്രാൻസ്മിഷനിൽ ഇവനെ ഓൾറെഡി കുറച്ച് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ട്രാൻസ്പോർട്ട് ലെയർ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ട്രാൻസ്പോർട്ട് ലെയർ ഡിവൈഡ് ചെയ്ത പാക്കറ്റിനെയും, ഇതാണ് ഇപ്പോൾ ആക്ച്വൽ, ഇപ്പോൾ പോസ്റ്റ് ഓഫീസിൻ്റെ എക്സാമ്പിൾ വെച്ച് പറഞ്ഞാൽ ഈ ഡാറ്റ ലിങ്ക് ലെയർ നമുക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു ഫംഗ്ഷനാലിറ്റി ഇല്ല. കാരണം ഒരു എൻവലപ്പ് നമ്മൾ അയച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെ വീണ്ടും കട്ട് ചെയ്ത് പാർട്സ് ആക്കുന്ന പരിപാടി അതിനകത്തില്ല. അതുകൊണ്ട് നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴി മെയിൽ അയക്കുന്ന അല്ലെങ്കിൽ ലെറ്റർ അയക്കുന്ന എക്സാമ്പിൾ വെച്ച് നോക്കിയാൽ അതിനകത്ത് ഡാറ്റ ലിങ്ക് ലെയർ ഇല്ല. പക്ഷേ കമ്പ്യൂട്ടറിൽ ആക്ച്വലി ഓരോന്നിനെ അയക്കുമ്പോൾ വീണ്ടും അതിനെ സ്ലൈസ് ചെയ്യും. അതായത് 8 ബിറ്റോ അല്ല 32 ബിറ്റോ ഒക്കെ വീണ്ടും സ്ലൈസ് ചെയ്തിട്ടായിരിക്കും ആ ഓരോ 32 ബിറ്റ് വീതം വീണ്ടും അയക്കുന്നത്. ആ പണി ചെയ്യുന്ന ലെയറിൻ്റെ പേരാണ് ഡാറ്റ ലിങ്ക് ലെയർ എന്ന് പറയുന്നത്. ഇറ്റ് ടേക്സ് ഡാറ്റാഗ്രാംസ് ഫ്രോം നെറ്റ്വർക്ക് ലെയർ ആൻഡ് ഡിവൈഡ് ഇറ്റ് ഇൻ ടു ഫ്രെയിംസ്. എന്നിട്ട് ഓരോ ഫ്രെയിം ആയിട്ടായിരിക്കും ഡാറ്റ സെൻഡ് ചെയ്യുന്നത്. ഫ്രെയിം ആയിട്ട് അയക്കുമ്പോൾ അതിനൊരു പ്രത്യേകത ഉള്ള എന്താണെന്ന് ചോദിച്ചാൽ അതിന് ഫ്രെയിമിന് ഒരു ഹെഡറും ഒരു ട്രെയിലറും ആഡ് ചെയ്യും. ഈ നെറ്റ്വർക്ക് ലെയർ ഒരു ഹെഡർ ആഡ് ചെയ്യുമെന്ന് പറഞ്ഞു. അതിനകത്ത് സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ അഡ്രസ്സാണുള്ളത്. ഡാറ്റ ലിങ്ക് ലെയർ ഒരു ഹെഡർ ആഡ് ചെയ്യുമെന്ന് പറഞ്ഞു. അതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. അതായത് ഈ ഫ്രെയിമാണ് നമ്മുടെ ആക്ച്വൽ ഇതുവഴി ട്രാൻസ്ഫർ നടക്കുന്നത്. അതായത് സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്കുള്ള വയർ വഴി ട്രാൻസ്ഫർ നടക്കുന്നത് ഈ ഫ്രെയിം ആയിട്ടായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫ്രെയിം ട്രാൻസ്ഫർ ചെയ്താൽ അത് റിസീവ് ചെയ്തതിന് ശേഷമായിരിക്കും അടുത്ത ഫ്രെയിം ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഓൾ ഓൺ എ സഡൻ പെട്ടെന്ന് തന്നെ ഒരു ഡാറ്റ അങ്ങോട്ട് വിട്ടാൽ ചിലപ്പം സോഴ്സ്
സോഴ്സ് ഒരു ഡാറ്റ പെട്ടെന്ന് അങ്ങോട്ട് അയച്ചു, ഡെസ്റ്റിനേഷൻ ചിലപ്പോൾ അത് റിസീവ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ചിലപ്പോൾ ആദ്യം അയക്കുന്ന ഡാറ്റയൊക്കെ മിസ്സായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ആദ്യം ഒരു ഹെഡർ ഇൻഫർമേഷൻ ആഡ് ചെയ്യും. അതായത് ഒരു പർട്ടിക്കുലർ ബിറ്റ് പാറ്റേൺ സെൻഡ് ചെയ്യും. ഒരു 3-4 ബിറ്റ് ഇങ്ങ് സെൻഡ് ചെയ്യും. 3-4 ബിറ്റ് റിസീവ് ചെയ്യുമ്പോഴത്തേക്കും അവൻ എന്ത് ചെയ്യും, റെഡി ആയിട്ടിരിക്കും അല്ലേ. റെഡി ആയിട്ടിരിക്കുമ്പോഴത്തേക്കും ആ 3 ബിറ്റ് കഴിഞ്ഞാൽ പിന്നെ വരുന്നതായിരിക്കും ആക്ച്വൽ ഡാറ്റ. അപ്പോൾ അതാണ് പറഞ്ഞേക്കുന്നത്, ഹെഡർ ഈസ് യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ സ്റ്റാർട്ടിങ് ആൻഡ് ട്രെയിലർ ഈസ് യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ എൻഡിങ്. ഓരോ ഫ്രെയിമിൻ്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും. അതായത് ഇപ്പം നിങ്ങൾ ക്ലാസ്സിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴായിരിക്കും നിങ്ങളുടെ ക്ലാസ് റെപ്പ് പുറത്ത് പോയി നോക്കുമ്പോൾ ദേ പ്രിൻസിപ്പാൾ വരുന്നുണ്ടെന്ന് കാണുന്നത്. അപ്പോൾ തന്നെ ക്ലാസ് റെപ്പ് പുറത്ത് വന്നിട്ട് പറയും ദേ പ്രിൻസിപ്പാൾ വരുന്നുണ്ട്, എല്ലാം റെഡി ആയിരുന്നോളാൻ പറയും. അപ്പോഴത്തേക്ക് എല്ലാവരും മിണ്ടാതിരിക്കും, റെഡി ആയിരിക്കും പ്രിൻസിപ്പാൾ വരുന്നത് അല്ലേ. അങ്ങനെ ചെയ്യുന്ന പരിപാടിക്കാണ് ഈ ഹെഡർ എന്ന് പറയുന്നത്, ഹെഡർ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത്. അപ്പോൾ നെറ്റ്വർക്ക് ലെയറിൽ ഓരോ എൻവലപ്പാക്കി ഓരോ പാക്കറ്റാക്കി അഡ്രസ്സ് ആഡ് ചെയ്ത് വിട്ടു. ആ അഡ്രസ്സിലേക്കുള്ളതിനെ വീണ്ടും ഫ്രെയിമുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആ സോഴ്സും ഡെസ്റ്റിനേഷനും തമ്മിൽ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോരോ ചെറിയ ഫ്രെയിമായിട്ട് 8 ബിറ്റ് അല്ലെങ്കിൽ 32 ബിറ്റുള്ള ചെറിയ ഫ്രെയിമായിട്ട് സെൻഡ് ചെയ്യും. ഓരോ ഫ്രെയിം സെൻഡ് ചെയ്യുമ്പോഴും മറ്റവനോട് റെഡി ആയിട്ടിരിക്കുക, അതേ ഡാറ്റ പുറകെ വരുന്നുണ്ട്, റെഡി ആയിക്കോ എന്ന് പറയും. നമ്മുടെ ഇലക്ഷനൊക്കെ ആണെങ്കിൽ സ്ഥാനാർത്ഥി വരുന്നതിന് മുമ്പ് ഫ്രണ്ടിൽ അനൗൺസ് ചെയ്ത് വരത്തില്ല, ഏതാനും നിമിഷങ്ങൾക്കകം സ്ഥാനാർത്ഥി ഇവിടെ എത്തിച്ചേരുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അനൗൺസ് ചെയ്ത് വരുന്ന പോലെ ഒരു ഹെഡർ ആഡ് ചെയ്യും. ഇതങ്ങ് പോയി കഴിയുമ്പോഴത്തേക്കും ഫുൾ ഡാറ്റ റിസീവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വേറൊരു ബിറ്റ് പാറ്റേൺ ആയിരിക്കും. ആ ബിറ്റ് പാറ്റേൺ കാണുമ്പോൾ അവന് മനസ്സിലാവും ആ ഫ്രെയിം തീർന്നു എന്ന് മനസ്സിലാവും. ഇനി ഒന്നും റിസീവ് ചെയ്യേണ്ട, ഇനി വരുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നോയ്സ് ആയിരിക്കും, അത് അവോയ്ഡ് ചെയ്യാമെന്ന് പറയും. ഈ ഡാറ്റ ലിങ്ക് ലെയർ ചെയ്യുന്ന വേറൊരു പരിപാടി എന്ന് പറഞ്ഞാൽ അവൻ അക്നോളജ്മെൻറ്റ് പ്രതീക്ഷിക്കും. അതായത് ഇവിടുന്ന് ഒരു ഡാറ്റ അയച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ കിട്ടിയിട്ടുണ്ടെന്ന് ഉള്ള റിപ്ലൈ അവൻ പ്രതീക്ഷിക്കും. കിട്ടിയിട്ടുണ്ടെന്നുള്ള അക്നോളജ്മെൻറ്റ് പ്രതീക്ഷിക്കും. അപ്പോൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അക്നോളജ്, അപ്പോൾ ഇവിടെ ഇവൻ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ മറ്റേ സൈഡിൽ നിന്ന് അയക്കേണ്ട റെസ്പോൺസിബിലിറ്റി ആരുടെയാണ്, മറ്റേ സൈഡിലെ ഡാറ്റ ലിങ്ക് ലെയറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഇവിടുന്ന് അക്നോളജ്മെൻറ്റ് അയക്കേണ്ടത്. അപ്പോൾ ഓരോ പാക്കറ്റും റിസീവ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ആ പാക്കറ്റ് റിസീവ് ചെയ്യുന്നുണ്ടെന്ന് മറ്റേ സൈഡിലേക്ക് വീണ്ടും കമ്മ്യൂണിക്കേഷൻ കൊടുക്കും. അങ്ങനെ ഏതെങ്കിലും കാരണവശാൽ ഒരു അക്നോളജ്മെൻറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ ഈ ഡാറ്റ ലിങ്ക് ലെയർ വീണ്ടും ആ ഫ്രെയിമിനെ ഒന്നും കൂടെ അയച്ചു കൊടുക്കും. റീസെൻഡിങ് ഓഫ് നോൺ അക്നോളജ്മെൻറ്റ് ഫ്രെയിം ആണ് കേട്ടോ. നോൺ അക്നോളജ്ഡ് ഫ്രെയിം ഈസ് ഓൾസോ ഡൺ ബൈ ദിസ് ലെയർ. ഡാറ്റ ലിങ്ക് ലെയറിൻ്റെ വർക്കിംഗ് ക്ലിയർ ആണോ? ഡാറ്റ ലിങ്ക് ലെയർ അതിൻ്റെ അടുത്തത് ലാസ്റ്റ് ലെയർ ഫിസിക്കൽ ലെയർ ആണ്. ഫിസിക്കൽ ലെയറിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. അതായത് 0ഉം 1ഉം ആയിട്ടായിരിക്കും ട്രാൻസ്മിഷൻ നടത്തുന്നത്. 0 ആണെങ്കിൽ എത്ര വോൾട്ട് സപ്ലൈ ചെയ്യണം, 1 ആണെങ്കിൽ എത്ര വോൾട്ട് സപ്ലൈ ചെയ്യണം മുതലായ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതായത് ഒരു ബിറ്റ് അത് ഒരു കാര്യം, ഇപ്പോൾ 0 ആണെങ്കിൽ 5 വോൾട്ട് വിടും, 1 ആണെങ്കിൽ 0 വോൾട്ട് വിടും എന്നായിരിക്കും ആക്ച്വലി പറഞ്ഞേക്കുന്നത്. വയറിൽ കൂടെയാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതെങ്കിൽ. പിന്നെ വേണ്ടിയത് എത്ര സമയം, അതായത് ഒരു 1 എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര സമയം 5 വോൾട്ട് ട്രാൻസ്ഫർ ചെയ്യണം എന്നുള്ള കാര്യം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഫിസിക്കൽ ലെയറാണ്. അതായത് ആക്ച്വൽ ഡാറ്റ 1ഉം 0ഉമായിട്ടുള്ള ഡാറ്റയെ കമ്മ്യൂണിക്കേഷൻ നമ്മുടെ പാത്തിൽ കൂടെ വിടുന്നത് എത്ര സമയം വിടണം എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത് ഫിസിക്കൽ ലെയറാണ്. ദിസ് ലെയർ ഈസ് മെയിൻലി കൺസേൺഡ് വിത്ത് ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ ആൻഡ് പ്രൊസീജിയറൽ ഫങ്ഷണൽ ആസ്പെക്ട്സ് ഓഫ് ട്രാൻസ്മിഷൻ മീഡിയം. ട്രാൻസ്മിഷൻ മീഡിയത്തിൽ കൂടെ 0യെ എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യണം, 1 എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യണം, ഒരു 1 എത്ര സമയം ട്രാൻസ്ഫർ ചെയ്യണം, ഒരു 0 എത്ര സമയം ട്രാൻസ്ഫർ ചെയ്യണം മുതലായ കാര്യങ്ങളൊക്കെ ഫിസിക്കൽ ലെയറാണ് തീരുമാനിക്കുന്നത്. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ക്യാരിയിങ് ഇൻഡിവിജ്വൽ ബിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 1. ആ ഓരോ 0നെയും 1നെയും അപ്പുറത്തെ സൈഡിൽ എത്തിക്കുക എന്നുള്ളത് ഫിസിക്കൽ ലെയറാണ് ചെയ്യുന്നത്. അപ്പോൾ അത്രയാണ് ലെയേഴ്സ് ഉള്ളത്. 7 ലെയറുകളുണ്ട്. ഫിസിക്കൽ ലെയർ, ഡാറ്റ ലിങ്ക് ലെയർ, നെറ്റ്വർക്ക് ലെയർ. അപ്പോൾ ആൻസർ എഴുതുമ്പോൾ നിങ്ങൾ ഇത് വെച്ച് ഓർത്തിരുന്നിട്ട് ലെയറുകളുടെ എല്ലാം പേര് എഴുതുക. എന്നിട്ട് എക്സ്പ്ലനേഷൻ എഴുതുമ്പോൾ ഈ എഴുതിയതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എഴുതുക. ആപ്ലിക്കേഷൻ, പ്രസൻറ്റേഷൻ, സെഷൻ, ട്രാൻസ്പോർട്ട്, നെറ്റ്വർക്ക്, ഡാറ്റ ലിങ്ക്, ഫിസിക്കൽ ലെയർ. ചില ഇതിലൊക്കെ യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളുകളുണ്ട്, ചിലതിൽ പ്രോട്ടോക്കോൾ ഇല്ല. അപ്പോൾ ഓരോന്നും ഒന്ന് വായിച്ച് നോക്കുക. വീഡിയോ ഒന്ന് 1-2 തവണ റിപ്പീറ്റഡ് ആയിട്ട് കാണുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കുക. ഈ ആഴ്ചയുള്ള 3 ക്ലാസ്സിൻ്റെ നോട്ട് എഴുതിയിട്ട് ഞാൻ അയക്കുന്ന ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യുക. ഇന്നത്തെ ഈ ക്ലാസ് ഒരു 2-3 തവണ ഇരുന്ന് കാണുക. എന്നിട്ട് അടുത്ത ആഴ്ച അതിന് നോട്ട് അയച്ചാൽ മതി കേട്ടോ.